വാസ്തവത്തിൽ എല്ലാ വിശ്വാസികളും അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. ശുശ്രൂഷകന്മാർ അടിയന്തരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വിഷയം. ഈ വാക്ക് തന്നെ കേട്ടാൽ ആളുകൾക്ക് പേടി തോന്നും. ഇത് ചെയ്യാൻ ധൈര്യപ്പെടാത്ത ആളുകൾ ധാരാളം ഉണ്ട്. ശുശ്രൂഷകന്മാരുൾപ്പെടെ വലിയൊരു പങ്കുണ്ട്. വേറെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ആത്മീക മണ്ഡലം എങ്ങനെ നിയന്ത്രിക്കാം? How to control your spiritual atmosphere. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ദേശത്തിൻ്റെ ആത്മീക അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം, അവസ്ഥ, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ വാക്കൊന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ്. ഇച്ചിരി അപകടം പിടിച്ചൊരു വാക്കാണത്. ആളുകൾക്ക് പെട്ടെന്ന് കേട്ടാൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതും തെറ്റിദ്ധാരണ ഉളവാക്കാൻ പറ്റുന്നതുമായ വാക്കാണ് ആത്മീയ യുദ്ധം എന്ന് പറഞ്ഞാൽ. ആത്മീയ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നല്ല ഈ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ലോകത്തിൽ ഒത്തിരി സമൂഹങ്ങളുണ്ട്. അവർ വിശ്വസിക്കുന്ന ആത്മീക സത്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. പക്ഷെ ഈ വാക്കിൻ്റെ അർത്ഥം അതല്ല. അങ്ങനെയുള്ള ഒരു തരം യുദ്ധവും ശാരീരികമായി അക്ഷരികമായി ഈ കാര്യത്തിലില്ല. വാക്യങ്ങൾ ചിലതങ്ങനെ ഉണ്ടെങ്കിലും ഈ പറയുന്ന വാക്കിൻ്റെ അസൽ അർത്ഥം എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഒന്ന് തുടങ്ങാം. അതിലൊരു പ്രയോഗം മാത്രം തൽക്കാലം ഞാൻ എടുക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. നമുക്ക് പോരാട്ടമുള്ളത്, പോരാട്ടമുണ്ടെന്നേരം ജഡരക്തങ്ങളോടല്ല, ജഡവും രക്തവുമുള്ള ഒന്നിനോടുമല്ല. മനുഷ്യർക്ക് ജഡവും രക്തവുമുണ്ട്. എല്ലാ ജീവജന്തുക്കൾക്കും ജഡവും രക്തവുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒന്നിനോടുമല്ല. മനുഷ്യരുൾപ്പെട്ടതാണ് മതം. ആകയാൽ ഇത് മതത്തോടല്ല. മനുഷ്യരുൾപ്പെട്ടതാണ് ഗവൺമെൻറ്, ഭരണം. ഇത് അതിനോടും അല്ല. ഇപ്പം നമുക്ക് പോരാട്ടമുള്ളത് ഒരു മനുഷ്യരോടും അല്ല, ഒരു ജന്തുക്കളോടും അല്ല. ഇപ്പം ജഡരക്തങ്ങളോടല്ല. പറയുന്നതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ തെളിച്ച് പറയുന്നു. ശാരീരികമായ അർത്ഥത്തിൽ, ഭൗമികമായ അർത്ഥത്തിൽ ഏതെങ്കിലും ആയുധമെടുത്ത് ഏതെങ്കിലും വ്യക്തിയോടോ സമൂഹത്തോടോ പൊരുതുന്ന ഒരു കാര്യവും ഈ വാക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നില്ല. ഞാനത് പറയുമ്പോൾ ഉദ്ദേശങ്ങൾ വെച്ചാണ് പറയുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാം, എങ്കിലും ഞാൻ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് I must clarify what I am saying and what I am going to say. ജനത്വങ്ങളോടല്ല, പിന്നെന്തിനോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ അന്ധകാരത്തിന്റെ വാഴ്ചകളോടും അധികാരങ്ങളോടും എന്ന് പറയുമ്പോൾ സർക്കാരിനോടായാലും തോന്നിപ്പോവാം. കാരണം വാഴ്ച, അധികാരം, ഭരണമാണ്. അപ്പം മനുഷ്യരോടോ സർക്കാരിനോടോ ആണെന്ന് തോന്നിപ്പോകാവുന്ന ആ പ്രയോഗത്തിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ജഡരക്തങ്ങളോട് അല്ല. അപ്പം ആ പറയുന്ന വാഴ്ചകളും അധികാരങ്ങളും അങ്ങനെയുള്ള ഭരണത്തെക്കുറിച്ചേ അല്ല, ഒരു തരം ഭരണത്തെക്കുറിച്ചും അല്ല. പിന്നെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ഈ ഇരുട്ടിന്റെ ലോകാധിപതി, ലോകത്തിലെ ഇരുട്ടിനെ നിയന്ത്രിക്കുന്ന അധിപതി. ഇരുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ രാത്രിയായി, ഈ ഇരുട്ടിനെ കുറിച്ചല്ല. ജീവിതം തന്നെ ഇരുട്ടായിരിക്കുന്ന മനുഷ്യർ, ഭാവി എന്താണെന്നറിയില്ല.
അതിനപ്പുറം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. നിത്യത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പ്രവൃത്തികൾ പലതും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യർ, ഉള്ളറകൾ തുറന്നു കാട്ടാൻ പറ്റാത്ത മനുഷ്യർ, വെളിച്ചത്ത് കൊണ്ടുവന്നാൽ അപമാനമുണ്ടാകുന്ന കാര്യങ്ങൾ, ശിക്ഷയുണ്ടാവുന്ന കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന ഒരാൾ, അതിൻ്റെ അധിപതി, വെളിച്ചത്ത് കൊണ്ടുവരാൻ കൊള്ളാത്ത കാര്യങ്ങളുടെ നേതാവ്. പിന്നെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോട് അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, അങ്ങനെ മേലോകത്തിലൊരു സേനയുണ്ടെന്ന്. ദുഷ്ടാത്മാക്കളുടെ ഒരു സേന, അർത്ഥം സ്വല്പം കഴിഞ്ഞ് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പക്ഷെ ദുഷ്ടാത്മാക്കളുടെ ഒരു സേന ഈ ആകാശമണ്ഡലത്തിലുണ്ട്. ആ ദുഷ്ടാത്മാക്കളുടെ തലവനാണ് ഈ തിന്മയുടെയും ഇരുട്ടിൻ്റെയും എല്ലാം കാരണക്കാരൻ. അപ്പൊ ആ കാരണക്കാരനോടും അവൻ്റെ സകല ഏജന്റന്മാരോടും ദൂതന്മാരോടും ആ ഇരുട്ടിൻ്റെ ആത്മാക്കളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഭൗമമണ്ഡലത്തിലേതേ അല്ല, ആത്മമണ്ഡലത്തിലെ കാര്യമാണ് പറയുന്നത്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മമണ്ഡലത്തിൽ ചെയ്യുന്ന, പക്ഷെ എന്നെ യുദ്ധം എന്ന് വിളിക്കുന്നു. കാരണം അവിടെ പറയുന്നു നമുക്ക് പോരാട്ടം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു യുദ്ധമുണ്ട്. വാക്യം പിന്നീട് എടുക്കാൻ ഞാൻ. അപ്പൊ അങ്ങനെ ഇരുട്ടിന്റെ ശക്തികളോട്, അല്ലെങ്കിൽ അതിന് വേദപുസ്തകം പറയുന്ന പേരാണ് പിശാചെന്ന്. അതുകൊണ്ട് വാസ്തവത്തിൽ ആത്മിക യുദ്ധം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തികളെ എതിർത്ത് അതിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു വലിയ പ്രക്രിയക്കാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. റെസിസ്റ്റിംഗ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി, അതിൻ്റെ മുഴുവൻ പ്രവൃത്തികളെയും എതിർത്ത് തോൽപ്പിക്കുന്ന ഒരാത്മീക പ്രക്രിയയാണ് ഈ പറയുന്നത്. അതിൻ്റെ പ്രവൃത്തി ഏതെല്ലാം മണ്ഡലത്തിൽ പോയിട്ടുണ്ടോ ആ മണ്ഡലത്തിൽ എല്ലായിടത്തും അതിൻ്റെ സകല പ്രവൃത്തികളെയും നിർവീര്യമാക്കി കളയുന്ന ഒരു പ്രവൃത്തിയാണിത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പിശാച് ചെയ്യുന്നത്? പിശാചിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യുക എന്നുള്ളതാണ്. യോഹന്നാന്റെ ലേഖനം, സുവിശേഷത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു, പിശാച് ആദ്യം, യോഹന്നാന്റെ ലേഖനത്തിൽ പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. എല്ലാ പാപത്തിൻ്റെയും ഉൽപാദകൻ അവനാണ്. അവൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കണം. പാപം ചെയ്യിച്ചാൽ അവർ ദൈവം മുമ്പാകെ മലിനരായിത്തീരും. അങ്ങനെ വന്ന ദൈവത്തിന് പിന്നെ അവരെ അംഗീകരിക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ കൂടെ ഇരുത്താൻ പറ്റത്തില്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ മനുഷ്യരെ മലിനമാക്കുക. നിങ്ങളൊരു ആത്മീക ജീവിതം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് വളർച്ച പ്രാപിക്കാൻ സമ്മതിക്കാതെ, അതിനെ മുരടിപ്പിച്ച് അഭിവൃദ്ധി ഉണ്ടാകാൻ സമ്മതിക്കാതെ അതിൻ്റെ പ്രവൃത്തികൾ നടത്തുന്നത്. മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ശുശ്രൂഷിക്കും. അങ്ങനെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കും. അത് കേവലം ആത്മമണ്ഡലത്തിൽ മാത്രമല്ല, ഭൗമമണ്ഡലത്തിലും തകരാറുകൾ വരുത്തി നന്മയും അഭിവൃദ്ധിയും തടയുകയും രോഗങ്ങൾ വരുത്തും. എല്ലാ രോഗങ്ങളും അങ്ങനല്ല, എങ്കിലും രോഗങ്ങൾ വരുത്തും. പലതും ഞാൻ പിന്നീട് വിശദീകരിക്കും. കുടുംബത്തിൽ തകരാറുകൾ വരുത്തും, ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. മക്കൾ ദൈവത്തിൻ്റെ വഴിയിൽ നിൽക്കാതെ പാത തെറ്റിക്കാൻ കഠിനമായ ശ്രമങ്ങൾ നടത്തും.
മാനസികമായി പലതരം ബുദ്ധിമുട്ടുകളിൽ കൊണ്ടുവന്ന് ക്ലേശങ്ങളിലാക്കും. ഇങ്ങനെ പലതരത്തിൽ പ്രവർത്തിക്കുന്ന ഈ പിശാചിന്റെ പ്രവൃത്തികളെ മുഴുവനും എതിർത്ത് നിർവീര്യമാക്കി അതിൻ്റെ മേൽ പൂർണ്ണ ജയം എടുക്കാൻ മനുഷ്യരെ പ്രാപ്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ആത്മീയ യുദ്ധം. ഏത് മണ്ഡലത്തിൽ, അത് ഭൗമമണ്ഡലമാകട്ടെ, ആത്മമണ്ഡലമാകട്ടെ, സാമ്പത്തിക മണ്ഡലമാകട്ടെ, മാനസിക മണ്ഡലമാകട്ടെ, വൈകാരിക മണ്ഡലമാകട്ടെ, എല്ലാ മണ്ഡലത്തിൻ്റെ മേലും ജയമെടുത്ത് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ആത്മീയ പ്രക്രിയ. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു അവിടുത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. തന്നെ കുറിച്ച് തന്നെ പറഞ്ഞ കാര്യം. യേശു ഭൂതങ്ങളെ പുറത്താക്കി. അന്നത്തെ ജനം പറഞ്ഞു, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അങ്ങനെയുള്ള ആത്മനേതാക്കന്മാർ പറഞ്ഞു, ഇവൻ ദൈവാത്മാവിനാലല്ല ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു മറുപടിയാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ കഴിയില്ല. ഉദാഹരണമാണത്. ആരെങ്കിലും വീട്ടിൽ കയറണമെന്നും വീട് മോഷ്ടിക്കണമെന്നും കവർച്ച ചെയ്യണമെന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരുവൻ അങ്ങനെ വന്നൊരുത്തൻ്റെ വീട് കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം വീട് കാക്കുന്ന അതിൻ്റെ ഉടമസ്ഥനെ പിടിച്ച് കെട്ടി ഒരു മൂലയ്ക്കാക്കണം. അങ്ങനെ ചെയ്താൽ തനിക്ക് പിന്നെ എതിർക്കാൻ കഴിയില്ല. ആ വീട് കവർച്ച ചെയ്യാം. യേശു പറയുന്നു, ഭൂമിയിൽ ഒരു ബലവാനാണ് പിശാച്. അവനെ പിടിച്ചു കെട്ടി അവനെ തോൽപ്പിച്ചൊരു ഭാഗത്ത് ഒതുക്കിയിട്ട് അവൻ്റെ വീട്ടിൽ നിന്നും മനുഷ്യരെ സ്വതന്ത്രരായി കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് യേശുവിന് ചെയ്യാനുള്ളത്. ചെയ്തത് അതാണ്. ഇതാണ് വാസ്തവത്തിൽ ആത്മിക യുദ്ധത്തിലെ രണ്ടാം ഭാഗം. ഒന്നാമത്തെ ഭാഗം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് കേടുവരുത്താൻ ആഗ്രഹിച്ച് പദ്ധതികൾ തയ്യാറാക്കി ഭൂമിയിൽ ആസൂത്രണങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്ന ആ പിശാചിന്റെ പ്രവൃത്തികളെ മൊത്തം നിർവീര്യമാക്കി വ്യക്തിപരമായി ജയമെടുക്കുകയും, രണ്ടാമത്തെ ഭാഗം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ഈ ജയം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടെ ചേർത്ത് പറയുന്ന പ്രയോഗമാണ് ആത്മിക യുദ്ധം. ചൂട് തെളിച്ച് പറഞ്ഞാൽ പാപികളെ രക്ഷിക്കുക. പാപികളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മനുഷ്യർ പിശാചിന്റെ രാജ്യത്തിലാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമായിരിക്കും. അവിടെ പറയുന്നത്, നാമോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. അപ്പൊ അവരുടെ ജീവിതം അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിന്റെ പ്രഭുവായ പിശാചിന്റെ രാജ്യത്തിലായിരുന്നു. ആ രാജ്യത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് വേറൊരു വാക്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. ശരിക്കും പറഞ്ഞാൽ രാജ്യമാറ്റമാണ് സംഭവിച്ചത്. പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് പിശാചിനെ തോപ്പിച്ചിട്ട് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ല പിശാച് മനസ്സോടെ പറഞ്ഞു വിട്ടതല്ല. പിശാചിനെ തോപ്പിക്കാതെ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തോപ്പിച്ചിട്ട് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ഭൂമി പിശാച് വാഴുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എല്ലാ ദേശത്തും അവന് പ്രവൃത്തിയുണ്ട്. ഇവിടെ വായിച്ചതുപോലെ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, ലോക്കൽ റൂളർഷിപ്പ് ഉണ്ട്, ഇടത്തരം റൂളർഷിപ്പ് ഉണ്ട്, മേൽത്തട്ട് റൂളർഷിപ്പ് ഉണ്ട്, എല്ലാത്തരം റൂളർഷിപ്പും ഉണ്ട്. അങ്ങനെ വാഴുന്ന ഈ പിശാചിനെ പുറത്താക്കണം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പനകളിൽ
അവരെ ശുശ്രൂഷക്കായി പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞൊരു പ്രയോഗമാണ്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. രോഗികളെ സൗഖ്യമാക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഭൂതങ്ങളെ പുറത്താക്കുക എന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച പ്രവൃത്തിയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം യേശു പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാച് എന്ത് പണി ചെയ്തിട്ടുണ്ടോ, എന്ത് കെട്ട് കെട്ടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ അഴിച്ചു കളയാം. പിശാച് കോട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇടിച്ചു കളയുക. അങ്ങനെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ പ്രത്യക്ഷനായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് ഭൂതങ്ങളെ പുറത്താക്കാനാണ്, വ്യക്തികളിൽ നിന്ന് പുറത്താക്കാനാണ്, കുടുംബങ്ങളിൽ നിന്ന് തൻ്റെ പ്രവൃത്തികളെ പുറത്താക്കാനാണ്. ഈവൻ ദേശത്തിൻ്റെ മേൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു കളവാനാണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും കൊണ്ട് വിശ്വാസം വരില്ല. പിശാചിനെ വാഴാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത്. ദൈവം പിശാചിനെ ഭരണം ഏൽപ്പിച്ചെന്നും ഇപ്പൊ ആരും പോയി പിശാചിനെ ശല്യം ചെയ്യരുത്, അയാൾക്ക് വാഴാൻ വേണ്ടി കാലം മുഴുവൻ കൊടുത്തിരിക്കുകയാണ്, അവസാനം ഒരു ദിവസം യേശു വരും, അന്നത്തെ കാലത്ത് മാത്രം പിശാചിനെ പുറത്താക്കും, ഇപ്പൊ പിശാചിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ധരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല വചനം പറയുന്നത്. പിശാച് നമ്മുടെ വല്യപ്പനെ കളിപ്പിച്ച് ഇത് പിടിച്ചെടുത്തതാണ്. ദൈവം പിശാചിനെ ദയിപ്പിച്ചിട്ടില്ല. യേശു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു കളവാനാണ്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചില സ്ഥലങ്ങളിൽ ശക്തിയുള്ള ആത്മീക സഭകൾ ഉള്ളിടത്ത് പിശാചിന്റെ പ്രവൃത്തികൾ ബലക്കില്ല. വേദപുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞാൽ, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ, നാട്ടിലൊരു വലിയ മന്ത്രവാദി ഉണ്ടായിരുന്നു ശമരിയിൽ. വർഷങ്ങളായി മന്ത്രവാദം ചെയ്ത് ജനത്തെ മുഴുവൻ സ്വാധീനിച്ച് കീഴടക്കി വെച്ചിരുന്നൊരു മനുഷ്യൻ. പക്ഷേ അവിടെ ഒരു സുവിശേഷകൻ, ഒരു സഭാ ഡീക്കൻ പ്രസംഗിക്കാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വ്യാപരിച്ച ദൈവശക്തി നിമിത്തം അദ്ദേഹത്തിൻ്റെ മന്ത്രം ഫലിക്കാതെ വന്നു. തൻ്റെ ബിസിനസ് താൻ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വന്നു. മന്ത്രവാദിയുടെ അടുക്കൽ പോകുന്നതിന് പകരം ജനം തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കും സകല ആവശ്യങ്ങൾക്കും ഈ സുവിശേഷകൻ്റെ പോകാൻ തുടങ്ങി. അതുകൊണ്ട് ആ മന്ത്രത്തിൻ്റെ ശക്തി ആ നാട്ടിൽ നിലനിന്നില്ല. ഇന്നും എനിക്കറിയാവുന്ന എൻ്റെ സഹപ്രവർത്തകൻ, വളരെ ഇടപെടുന്ന ഒരാൾ, കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ഭാഗത്ത് പാസ്റ്ററായി വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് അദ്ദേഹം ഭാര്യയും ചേർച്ചിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിച്ചു. എന്താണെന്ന് അവർക്കറിയില്ല. അവർ തിരിച്ച് വീട്ടിനകത്ത് കയറി. നേരം വെളുത്തപ്പോൾ ഈ സ്ത്രീ നല്ല നീളമുള്ള തലമുടിയുള്ള സ്ത്രീയാണ്. എൻ്റെ ഇവിടെ മുട്ടുവരെ കിടക്കും, അത്രയ്ക്ക് നീളമുള്ള തലമുടിയുള്ള സ്ത്രീയാണ്. നേരം വെളുത്ത് നോക്കിയപ്പോൾ തലമുടി മുഴുവൻ ചുരുണ്ട് ജട പിടിച്ച് ഒരു കൂട്ടമായിട്ട് തലയുടെ മണ്ടക്കിരിപ്പുണ്ട്. ഒരു രാത്രി സംഭവിച്ച. എനിക്ക് മനസ്സിലായി, ഈ മണ്ഡലത്തിൽ പറ്റില്ല. അവർ പ്രാർത്ഥിച്ചു, ആത്മശക്തി പ്രാപിച്ചു. ആ മുടി മുറിച്ച് കളഞ്ഞു, മുടി വളർന്നു. പക്ഷെ അതിനെതിരെ നേരെ മുമ്പിൽ ഒരു അന്ധകാര കേന്ദ്രമായിരുന്നു.
ഇവിടെ ആത്മശക്തി ബലപ്പെട്ടപ്പോ അവിടെ ഇരുന്ന കുടിയിരിപ്പ് അവിടുന്ന് പോയി. ഇരിക്കാൻ പറ്റാതെ വരുന്ന ആളുകൾക്ക് അവിടെ ശക്തിയില്ല എന്ന് ബോധ്യമായി. പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇതാണ് സംഗതി. ഇവിടെ വ്യാപരിച്ച ശക്തി നിമിത്തം മറ്റതിന് ഇവിടെ ഇരിക്കാൻ മേല, സ്ഥലം വിട്ടുപോയി. എവിടെയാണെന്ന് അവർ പ്രശ്നം വെച്ച് നോക്കി പോയി തിരിച്ചു കൊണ്ടുവരാൻ ചെന്നപ്പോൾ പറഞ്ഞ് ഞാൻ വരില്ല, അപ്പുറത്തിരിക്കുന്ന ശക്തിയെ അതിജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. വീണ്ടും കൂടുതൽ പൂജകൾ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവിടെ ഇരിക്കാൻ പറ്റാതെ പിന്നെയും പോയി. യേശുവിൻ്റെ ശക്തിയും നാമവും അതിശയമുള്ളതെന്ന് പറയുന്നത് കഥയല്ല, വാക്കുകളല്ല. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ നിയമിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആളുകളോട് ദൈവത്തിന് പറയാനുള്ളത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ ആത്മീക അന്തരീക്ഷത്തിൻ്റെ മേൽ ആധിപത്യം ഏറ്റെടുത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അല്ലാതെ ഇരുട്ടിൻ്റെ ശക്തികളെ കണ്ട് ഭയപ്പെട്ടോടാനും അതിൻ്റെ ശക്തിയുടെ വലിപ്പം പറയാനും വിളിക്കപ്പെട്ടവരല്ല നാം. ഇതിൻ്റെ ശക്തികളെ നിർവീര്യമാക്കി കളയാൻ, അതിൻ്റെ ശക്തികളെ തോൽപ്പിച്ച് കളയുവാൻ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ് ദൈവത്തിൻ്റെ ജനം. അതിന് നിയമിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സഭ. ആമേൻ. അതെങ്ങനെ ചെയ്യാം? അതിനെക്കുറിച്ച് കൂടിയാണ് ഈ വചനത്തിലൂടെയും പാഠത്തിലൂടെയും എനിക്ക് വിശദീകരിക്കാനുള്ളത്. അതിൽ രോഗികളെ സൗഖ്യമാക്കുന്നതുണ്ട്. പിശാച് രോഗം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രോഗത്തിന്റെ സൗഖ്യം ഉണ്ട്. ആളുകളെ ആത്മമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരുക്കി നിർത്തുന്നത് എങ്ങനെയാണ്? അവരെ പൂർണ്ണരാക്കുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. വാസ്തവത്തിൽ എന്താണ് ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രസംഗമാണോ? കുറച്ച് പ്രാർത്ഥനയാണോ? ആളുകളുടെ ധാരണ സഭയിൽ വന്ന് കുറേ കാലമായി, കുറേ പരിശീലനമൊക്കെ ആയി, കുറച്ച് വചനമൊക്കെ കേട്ടു, 2 വചനം പറയാൻ എനിക്കും കഴിവുണ്ടെന്ന് തോന്നുന്നു, അപ്പം ഞാനും ഒരു ശുശ്രൂഷ തുടങ്ങാം എന്നാണ് കുറേ ആളുകൾ ധരിക്കുന്നത്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. വചനത്തിൻ്റെ കാര്യമായ പഠനം പോലും വേണമെന്ന് തോന്നാത്ത ഒരുപാട് ആളുകൾ. ഇന്നത്തെ ശുശ്രൂഷ മണ്ഡലത്തിൽ വ്യാപകമായി പറഞ്ഞാൽ വചനം വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ലാത്ത, സ്വന്തമായിട്ടോ അല്ലാതെയോ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ശുശ്രൂഷ മണ്ഡലത്തിലുണ്ട്. ഉപദേശ സത്യങ്ങൾ അവർക്കറിയില്ല. വേദപുസ്തകം മൊത്തം നല്ലപോലെ വായിച്ചിട്ടില്ലാത്ത എത്രയോ മനുഷ്യർ ശുശ്രൂഷ മണ്ഡലത്തിലുണ്ട്. അങ്ങനെ ദൈവവചന സത്യങ്ങളും ഉപദേശങ്ങളും അറിയാൻ മേലാതെ കുറേ ആളുകൾ ഈ ശുശ്രൂഷയും കൊണ്ടിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആശയം എനിക്ക് ഒരല്പം പരിചയമായി. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ എന്നെ കൊണ്ടും പറ്റും. അപ്പൊ അങ്ങനെയുള്ള പ്രസംഗമാണോ വാസ്തവത്തിൽ ഈ ശുശ്രൂഷ? വാസ്തവത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം പ്രസംഗമല്ല, കേവലം പ്രാർത്ഥനയല്ല, കേവലം ട്രാക്റ്റ് കൊടുപ്പല്ല, ഭവനങ്ങൾ സന്ദർശിക്കുകയല്ല. അസൽ ശുശ്രൂഷ എന്ന് പറയണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് ആളുകളെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ശുശ്രൂഷ. പിശാചിന്റെ പിടിയിൽ നിന്ന് ആളുകളെ പിടിച്ചെടുത്ത് ദൈവരാജ്യത്തിൽ കൊണ്ടുവരുന്നതാണ് ശുശ്രൂഷ. പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് അതിന്റെ ശക്തിയെ നിർവീര്യമാക്കി ആളുകളെ പുറത്തു കൊണ്ടുവരുന്നതാണ് ആത്മിക ശുശ്രൂഷ. അത് ബലവാനെ പിടിച്ചു കെട്ടിയെങ്കിലേ പറ്റുള്ളൂ. ബലവാനെ പിടിച്ചു കെട്ടാതെ പറ്റില്ല. ബലവാൻ അവിടെ പറയുന്ന പിശാചിനെയാണ്. അവൻ ബലമുള്ളവനാണ്. അവനെ പിടിച്ചു കെട്ടി, അവൻ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ആളുകളെ സ്വതന്ത്രരാക്കി കൊണ്ടുവരുന്നതാണ് ശുശ്രൂഷയെങ്കിൽ, ഹല്ലേലൂയ, അതിൻ്റെ ആളുകളെ വിടുവിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ദേശത്തെ ആളിനെ പിടിച്ചു കെട്ടാൻ നമ്മളെ കൊണ്ട്
പറ്റിയില്ല എന്നർത്ഥം. അവിടുത്തെ ബലവാനെ കീഴടക്കാനുള്ള മേലായ ബലം നമ്മുടെ പക്കൽ ഇല്ല എന്നർത്ഥം. അവനെ പിടിച്ചു കെട്ടിയാൽ അവൻ്റെ വീട് കവർ ചെയ്യാം. അതുകൊണ്ട് ആളുകളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുകയാണ് ശരിയായ ശുശ്രൂഷ. വിടുവിക്കുന്നവരെ വീണ്ടും പിശാച് വന്ന് തട്ടിക്കൊണ്ടു പോകാതെ അവരെ ദൈവസന്നിധിയിൽ കൃപയിൽ നിർത്തുന്നതും ശുശ്രൂഷയുടെ ഭാഗമാണ്. നമ്മൾ പിടിച്ചെടുത്തോണ്ട് വന്നാലും തിരിച്ചു കൊണ്ടുപോകാൻ സകല പരിശ്രമം അയാൾ ചെയ്യും. അപ്പൊ ആ മണ്ഡലത്തിൽ അവരെ ആത്മീയ കൃപയിൽ നിലനിർത്തി അവരെ ആത്മികമായി വളർത്തി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താൻ ചെയ്യുന്ന ആത്മീക പ്രവൃത്തിയാണിത്. ഇത് ബുദ്ധിമണ്ഡലത്തിൻ്റെ ഒരു പ്രവൃത്തിയല്ല, ബുദ്ധി ഇതിനകത്തുണ്ട്. ജ്ഞാനമണ്ഡലത്തിൻ്റെ പ്രവൃത്തിയല്ല, ജ്ഞാനം ഇതിനകത്തുണ്ട്. പക്ഷേ ഇതെല്ലാം മേലോക ജ്ഞാനമാണ്, ഭൂമിയിലെ പഠിത്തമല്ല. അതാത് സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് അവിടുത്തെ വചനം മുഖാന്തരം നമ്മോട് പറഞ്ഞു തന്ന് അതാത് സമയം ജ്ഞാനം നൽകി വിവേകം നൽകി നടത്തുന്ന ആത്മീക പ്രക്രിയയാണ് വാസ്തവത്തിൽ ശുശ്രൂഷ. അത് ചെയ്യണമോ? ഈ വാക്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടാതെ ഈ പണി പറ്റില്ല. ആ ബലവാനെ പിടിച്ചു കെട്ടുന്ന പ്രവൃത്തി എങ്ങനെയാണ്? ചില പ്രയോഗങ്ങൾ നമുക്ക് ആരോടാണ് എതിർപ്പുള്ളത്, യുദ്ധമുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഒന്ന് പറയണം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്യും. ആ വാക്യമല്ല ഇപ്പം ഞാൻ എടുക്കില്ല, ഒരു പ്രയോഗം മാത്രം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. മതി, അത്രയും മതി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. പ്രതിയോഗി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എതിരാളി, നിങ്ങളുടെ ശത്രു. ആ ശത്രു പിശാചാണെന്ന് തെളിച്ച ആ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിശാച് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ പറയും നെവർ മൈൻഡ്. എന്തോന്ന് പിശാച്? പിശാച് എന്നാ കാണിക്കേ എന്നൊക്കെ പറയും. പക്ഷെ ആ വാക്യം എന്താണ്? തുടക്കം എങ്ങനെയാണ്? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അഹങ്കാരം ഒന്നും കയറി പറയല്ലേ. ഉണർന്നിരിപ്പീൻ. അപ്പുറത്ത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് വളരെ ആക്റ്റീവാണെന്ന്. ആമേൻ. മറ്റൊരു കൂട്ടർ പേടിച്ചു കഴിയുന്നു, ഒരു കൂട്ടർ നെവർ മൈൻഡ്, ഒരു കൂട്ടർ ഭയപ്പെട്ട് കഴിയുന്നു. ഏതായാലും അയാളെ സംബന്ധിച്ച് സ്വല്പ ജ്ഞാനം വേണം. ജ്ഞാനമില്ലെങ്കിൽ നമ്മുടെ ശത്രുവിനെ നമുക്ക് ശരിക്കും അറിയാൻ മേലായെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. യേശു പറഞ്ഞ ഉപമ ഓർമ്മയുണ്ടോ? ഒരു ഉപമ, ഒത്തിരി ഉപമ പറഞ്ഞെങ്കിലും ഒരു ഉപമ. ഒരു രാജാവ് വേറൊരു രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോയാൽ 10,000 പേരെ സേനയിൽ അദ്ദേഹത്തിൻ്റെതുള്ളൂ. എതിരെ വരുന്ന സേനയ്ക്ക് 20,000-ആയിട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിൽ കാര്യം നേരത്തെ തിരിച്ചറിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ സന്ധി സംഭാഷണമാവാം. അയാൾ ദൂരത്തിരിക്കുമ്പോൾ തന്നെ വേണ്ടാത്ത നഷ്ടത്തിൽ പോയി കലാശിച്ച് പടയാളികളെയും കൊന്ന് രാജ്യവും കൈവിട്ടു പോകുന്നതിനേക്കാൾ നല്ലത്, യേശു പറഞ്ഞ ഉപമയാണ്. നമ്മൾ ഈ അർത്ഥത്തിൽ ചെയ്യണമെന്നല്ല, യേശു വേറൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഉപമ ഇതാണ്, തനിക്കത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് വേണം ഏത് കാര്യത്തിനും പുറപ്പെടാൻ. അപ്പൊ നമ്മുടെ എതിരാളിയെ അറിയാതെ നിങ്ങൾക്ക് എതിരാളിയെ അഭിമുഖീകരിക്കാൻ പറ്റില്ല. അയാൾ ആരാണെന്നറിയണം, അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അയാൾക്ക് എന്ത് ശക്തിയുണ്ടെന്നറിയണം, അയാൾക്ക് എന്തൊക്കെ ഉറവിടങ്ങളുണ്ടെന്നറിയണം. എന്നാലേ ശരിയായ തരത്തിൽ ആളിനെ അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപകടത്തിൽ പോയിപ്പെടും.
വേദപുസ്തകം ഈ ആളിനെ വിശദീകരിക്കുന്നു. ആരെയും പേടിപ്പിക്കാനല്ല, വചനത്തിന്റെ ബാക്കി വരുന്നുണ്ട്. എങ്കിലും വേദപുസ്തകം പറയുന്ന വിശദീകരണത്തിൽ ചിലത് നിങ്ങളെ ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടിയാൽ, അയാൾ ദൂതനായിരുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 14-ാം വാക്യം, എഹെസ്കേൽ 28-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകും. ഖെറൂബ് എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൂതന്മാരെ പറയുന്ന പേരാണ് ഖെറൂബ്. എഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ ഈ വിഭാഗത്തെ കാണുന്നുണ്ട്. അവിടെ അവരുടെ പേര് പറയുന്നില്ല. അത് ദൈവസിംഹാസനം വഹിക്കുന്ന ആളുകളായിട്ടും 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തെളിച്ച് പേരും പറയുന്നു, അവർ ഖെറൂബാണെന്ന്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൂതന്മാരെയാണ്, ആ വിഭാഗത്തെയാണ് ഖെറൂബ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും അടുത്ത് നിന്ന ദൂതനാണ്. വലിയൊരു മേധാവിയായിരുന്നു, വലിയൊരു തലവനായിരുന്നു. ദൈവത്തിൻ്റെ കൂടിരുന്ന് ദൈവത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ദൈവ സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് പരിചയിച്ചിട്ടുള്ള ആളാണ് ഈ ദൂതൻ, ബാക്കി ആരെക്കാളും. കാരണം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏഞ്ചൽസ്. അങ്ങനെ വന്നപ്പോ ദൈവത്തിന്റെ പ്രവൃത്തിയെ നല്ല പോലെ കണ്ടവൻ. ഒന്നിച്ചുകൂടെ വിശദീകരിക്കാൻ ഞാൻ, ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധിക്കാറില്ല, അധികം കാര്യങ്ങൾ പഠിക്കാറില്ലായിരിക്കും. ദൈവത്തിന്റെ അഖിലാണ്ടത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ വെരി എലാബറേറ്റ് സിസ്റ്റം, വെരി എലാബറേറ്റ് സിസ്റ്റം. വെളിപ്പാട് പുസ്തകത്തിൽ പോയെങ്കിലേ പലപ്പോഴും ഇതൊക്കെ അറിയാൻ പറ്റുന്നുള്ളൂ. അവിടെയാണ് ഈ പാഠങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ ദൂതന്മാരെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. 7-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ 4 ദിക്കിലും കാറ്റ് ഊതണോ വേണ്ടായോ എന്ന് തീരുമാനിച്ച് 4 ദൂതന്മാർ കാറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ദൂതൻ ദൈവത്തിന്റെ മുദ്രയുമായി കയറുന്നു. ദൈവത്തിന്റെ ജനത്തെ മുദ്രയിടാൻ നിയമിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. കുറെ ദൂതന്മാർ ദൈവത്തിന്റെ ക്രോധ കലശം കൊണ്ടുവരുന്നു ഭൂമിയുടെ മേൽ ന്യായം വിധിക്കാൻ. അവരുടെ വകുപ്പ് അതാണ്. വേറൊരു ദൂതനെ വിളിച്ചിരിക്കുന്നത് ജലാധിപതിയായ ദൂതൻ എന്നാണ്. അതാണ് വാട്ടർ സപ്ലൈയുടെ മൊത്തം ചുമതല. ഏൽപ്പിച്ചിരിക്കുകയാണ്, അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വേറൊരു ദൂതനെ കുറിച്ച് പറയുന്നത് തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. അപ്പൊ ഇടി, മിന്നൽ ഇതെല്ലാം അയാളുടെ വകുപ്പാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം പരിശോധിച്ചാൽ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ. അപ്പൊ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു പ്രത്യേക ദൂതനെ ദൈവം നിയമിച്ചിട്ടുണ്ട്, തലവൻ. അപ്പൊ ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നോക്കൂ, എല്ലാം മേളി ദൈവം എന്നുകൊണ്ട് ഓരോ കൽപ്പന കൊടുക്കുന്നു. അങ്ങനല്ലത്, ഡിപ്പാർട്ട്മെന്റലൈസ്ഡ് ആണ്. ഓരോ വിശ്വാസിക്കും വേണ്ടി ദൂതന്മാരെ കാവലേപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ വചനം പറയുന്നത്? അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കണ്ട് നല്ല പോലെ അടുത്തിരുന്ന ഈ ദൂതൻ, അയാളാണ് ഒരു ദിവസം മത്സരിച്ചത്, അയാളാണ് അഹങ്കരിച്ചത്. എന്താണ് അയാളുടെ അഹങ്കാരം? ദൈവം മാത്രം അങ്ങോട്ട് മേടി പൊങ്ങിക്കയറിയിരുന്നാൽ പോരാ, ഞാനും അങ്ങോട്ട് കയറാൻ പോവാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം വെക്കും, ഞാൻ ഉത്തര ദിക്കിൽ സമാഗമ പർവ്വതത്തിന്റെ അതിർത്തിയിൽ ഇരുന്ന് അരുളും. അങ്ങനെ മത്സരത്തിൽ
ദൈവത്തിന്റെ മുൻപാകെ മത്സരിച്ചു പോയ ദൂതനാണ് ഇയാൾ. ദൈവത്തോട് മത്സരിച്ചിട്ട് ഇതിന് സമാനമായ പാരലൽ സമ്പ്രദായം ഉണ്ടാക്കിയവനാണിവൻ. ഇതാണ് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവം ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിന് പകരം വേറെ സിസ്റ്റംസ് ഉണ്ടാക്കി, അതിനെതിരെ ഇരുട്ടിന്റെ ശക്തികളും അതിന്റെ വ്യാപാരങ്ങളും അതിന്റെ ദൂതന്മാരെയും കാവലാക്കി നിർത്തിയിരിക്കുന്ന ബൃഹത്തായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അയക്കുണ്ട്. വാഴ്ചകളും അധികാരങ്ങളുമാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. കേവലം തള്ളിക്കളയരുത്, സൂക്ഷിച്ചിരിക്കണം. കിടന്നുറങ്ങിയാൽ അപകടം പറ്റാം, ശ്രദ്ധയില്ലാതിരുന്നാൽ അപകടം പറ്റാം. നിങ്ങൾക്കെതിരെ ഒരു ശത്രു ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ബോധവാന്മാരായിരിക്കും. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. എൻ്റെ നാട്ടിൽ ഒരു വലിയ മദ്യപനുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിലെ. അന്നത്തെ കാലത്തെ ഈ രാവും പകലും എല്ലാം മനുഷ്യൻ കുടിക്കുന്ന കാലമല്ല, സന്ധ്യക്ക് കുടിക്കുന്നൊരു കാലമാണ്. അല്ല ഇന്നത്തെ പോലെ അങ്ങനെ 24 മണിക്കൂറും കുടിയെന്നൊരു പരിപാടിയുള്ള കാലമല്ല. വലിയ നീളവും വലിയ മനുഷ്യൻ മദ്യപിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി, ടൗണിൽ വന്ന് മദ്യപിച്ചിട്ട് പോവുകയാണ് തൻ്റെ വീട്ടിലേക്ക്. അവരുടെ വീട്ടിൽ തന്നെ മാറ്റും കൂടിയെല്ലാം ഉണ്ട്, അത് പറയാതെ. അങ്ങനെ പോകുന്ന വഴി ഒരു മാടക്കട കയറിയിട്ട് ഒരു തീപ്പെട്ടി ചോദിച്ചു ബീഡി വലിക്കാൻ. മാടക്കടക്കാരൻ കൊടുത്തില്ല. കാരണം ഇയാൾ തീപ്പെട്ടി വാങ്ങിച്ചാൽ പൈസ കൊടുക്കില്ലെന്നറിയാം. അതുകൊണ്ട് തീപ്പെട്ടി കൊടുത്തില്ല. തീപ്പെട്ടി കൊടുക്കാഞ്ഞിട്ട് ഇയാളെന്ത് ചെയ്തു? ഈ പെട്ടിക്കടക്കാരൻ വലിയ ആളൊന്നുമല്ല, വലിയ ഫിഗറല്ല. ഇയാൾ മൂട്ടനൊരു മനുഷ്യനാണ്. ഇയാൾ പോയ വഴി ഇടത്തെ കൈ കൊണ്ട് ആ ചെള്ളക്ക് അടിയും കൊടുത്ത് വെച്ച് അങ്ങ് പോയി. പെട്ടിക്കടക്കാരൻ്റെ ദേഷ്യം കയറി. ഇയാൾ അങ്ങോട്ട് സോപ്പ് മുറിക്കുന്ന കത്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ കത്തി എടുത്തോണ്ട് ഈ ആളിൻ്റെ പുറകെ ചെന്നു. അയാൾ അറിഞ്ഞില്ല, കാരണം ഇയാൾ പുറകെ ചെല്ലുന്നൊരു ചിന്തയില്ല, തമ്മിൽ പൊരുത്തമില്ല. കാരണം ഈ വലിയ മനുഷ്യനെ ആക്രമിക്കാൻ ചെല്ലുമെന്ന് ആർക്കും അദ്ദേഹത്തിന് ചിന്തയില്ല. പുറകെ ചെന്നൊരു ഒറ്റ കുത്തുകുത്തി. അയാൾ അവിടെ വീണു, അയാൾ ചത്തുപോയി. ഈ കടക്കാരൻ തനിക്കെതിരെ പ്രതികരിക്കുമെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞാൽ മാടക്കടക്കാരൻ ഓടിയനെ. ശ്രദ്ധയില്ലാതിരുന്നാൽ അപകടം ഉണ്ടാവാം. അതുകൊണ്ടാണ് പറയുന്നത് നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അപ്പൊ ഇയാളൊരു വലിയ ദൂതനായിരുന്നു, വരെ സംവിധാനം ഉണ്ടായിരുന്നവനാണ്. പക്ഷേ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. മത്സരിച്ച് ദൈവം അവിടെ നിർത്തിയില്ല, അവിടുന്ന് അവനെ ആട്ടിപ്പായിച്ചു. ശരിക്കും പറഞ്ഞാൽ അവന്റെ ആസ്ഥാനം പാതാളത്തിലേക്കാക്കി. അതാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, ബാക്കി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റേയാളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊണ്ടുപോയി ഭൂമിയുടെ അടിത്തട്ടിൽ പാതാളത്തിലാക്കി. ഏതായാലും ദൈവസന്നിധിയിൽ തോൽപ്പിക്കപ്പെട്ടവനായി തള്ളപ്പെട്ടവനാണവൻ. എന്നിരിക്കലും ദൈവത്തിനെതിരെ മത്സരിച്ചവനാണ്, ഇന്നും ദൈവത്തിനെതിരെ മത്സരിക്കുന്നവനാണ്. ആലോചിച്ച് നോക്കൂ, ദൈവപുത്രനായ യേശു ഭൂമിയിൽ ജഡമെടുത്തു വന്നപ്പോ യേശുവിനെ പോലും വെറുതെ വിട്ടില്ലല്ലോ. യേശുവിൻ്റെ അഭിമുഖമായി ചെന്നില്ലേ? അല്ലാതെ രഹസ്യ സമ്പ്രദായം അല്ലായിരുന്നല്ലോ. നേരിട്ട് എന്നിട്ട് പറഞ്ഞു. യുദ്ധമണ്ഡലത്തിലല്ല ചെന്നതെന്ന് മാത്രം. പക്ഷേ ആദിമ മനുഷ്യനെ ഏത് തരത്തിൽ പരീക്ഷിച്ചുവോ അതേ പരീക്ഷയുമായി യേശുവിനിരിക്കെ ചെന്നു. ആദിമ മനുഷ്യൻ പിശാചിന്റെ പിടിയിൽ തോറ്റുപോയി. പക്ഷേ ഈ യേശു എന്ന നമ്മുടെ കർത്താവ്, ഭൂതങ്ങൾക്കറിയാം അവരുടെ മേൽ അധികാരമുള്ളവനാണെന്ന്. യേശുവിനെ കണ്ടപ്പോൾ ഭൂതങ്ങൾ വാവിട്ട് നിലവിളിച്ചിട്ടില്ലേ?
അയ്യോ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങളെ പാതാളത്തിൽ പറഞ്ഞു വിടരുതേ എന്ന് നിലവിളിച്ചെങ്കിൽ യേശുവിന് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടെന്നും ഈ ഭൂതത്തെ ഏത് സമയത്ത് പാതാളത്തിൽ പറഞ്ഞു വിടാൻ അധികാരമുള്ളവനാണെന്നും അവൻ അറിയാമായിട്ടും യേശുവിനെ പരീക്ഷിക്കാൻ ചെന്നു. അങ്ങനെങ്കിൽ പിശാച് എൻ്റെ അടുക്കലങ്ങ് വരത്തില്ല എന്ന് മിടുക്കൊന്നും ആരും പറയല്ല. യേശുവിൻ്റെ ഒരിക്കൽ ചെന്നെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര മിടുക്കനായാലും നിങ്ങളുടെ മേലും വരുമെന്നുള്ളത് കൊണ്ടാണ് വചനം പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ആമേൻ. അങ്ങോട്ട് വലിയ ദൂതനായിരുന്നു. നമ്മുടെ പൂർവ്വപിതാവായ ആദാം പാപമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തൂപ്പിച്ചതാണ്. ഉണ്ടായിരുന്ന മുഴുവൻ കൈമോശം വന്നുപോയി, എല്ലാം കൈവശം വന്നുപോയി. ഈ ഭൂമിയിലെ സകല തിന്മയും വരുത്തിയത് അയാളാണ്. ഭൂമിയിൽ ശത്രുതയില്ലായിരുന്നു, ഒരു ജന്തുക്കളും തമ്മിൽ ശത്രുതയില്ലായിരുന്നു. ദൈവമുണ്ടാക്കിയ ഭൂമിയിൽ വന്യജീവികളില്ലായിരുന്നു. ഏതെങ്കിലും ഒരു മൃഗത്തെ കൊന്നു തിന്നു തുടങ്ങിയത് ജലപ്രളയത്തിന് ശേഷമാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ പുല്ലു തിന്നും. പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും. ഒരു ജന്തുവും വേറൊരു ജന്തുവിനെ കൊന്നു തിന്നാത്തൊരു കാലമായിരുന്നു മനുഷ്യനെ ഉണ്ടാക്കിയ കാലം. ഭൂമിയിലെ സകല ശത്രുതയും പിശാച് കൊണ്ടുവന്നതാണ്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ജന്തുവിനെ കൊല്ലുന്നതും സകല ശത്രുതയുടെയും കാരണക്കാരൻ ഈ പിശാചാണ്. ഭൂമിയിൽ വന്ന സകല ശാപങ്ങളും അവൻ നിമിത്തം വന്നാണ്. മനുഷ്യന്റെ മേൽ വന്ന ശാപം, ശരീരത്തിന്റെ മേൽ വന്ന ശാപം, ഭൂമിയുടെ മേൽ വന്ന ശാപം, ജന്തു ലോകം തമ്മിലുണ്ടായ ശാപം, സകലവും അയാൾ കൊണ്ടുവന്നതാണ്. സകല വേദനയും രോഗവും അയാൾ കൊണ്ടുവന്നാണ്. മരണം അയാൾ കൊണ്ടുവന്ന ചരക്കാണ്. പാതാളം, നരകം അയക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. അയാൾ ഇരുട്ടാണ്. എല്ലാ തരം തിന്മയും ഭൂമിയിൽ കൊണ്ടുവരുന്നത് പിശാചാണ്. ഈ പിശാച് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നൂടെ അറിയണം. അയാളില്ലാത്ത സ്ഥലമില്ല. ചില ആളുകൾ പിശാചിന്റെ ശല്യം സഹിക്കുക വയ്യാതെ വസ്തു വിറ്റ് പോകും. വിറ്റ് വേറെടുത്ത് പോയി വസ്തു വാങ്ങിക്കും. അവരുടെ ചിന്ത അനുസരിച്ച് ഈ പുള്ളി അവിടെ ഇല്ലെന്നാണ്. ഓഫ് കോഴ്സ് ചിലയിടത്തേടെ ശല്യം കൂടുതലുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ചിലതയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. എല്ലായിടവും അയാളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഇയാൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയുന്നത്. മുമ്പ് വായിച്ച വാക്യം 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ മടങ്ങി വന്നാൽ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നോക്കുക, അയാൾ ചുറ്റി നടക്കുന്നു. എല്ലായിടത്തും അയാൾ ഇങ്ങനെ കറങ്ങി നടക്കും. അയാൾ നമ്മുടെ കർത്താവിനെ പോലെ സർവ്വവ്യാപിയല്ല. ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പുള്ളിക്ക് കുവൈറ്റിലായിരിക്കാൻ പറ്റില്ല. ബഹ്റിനിലായിരിക്കുമ്പോൾ ബഹ്റിൻ മാത്രം. അയക്ക് ഇന്ന് ന്യൂയോർക്കിൽ പോകണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോകണം, ഇത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോകണം. അല്ലാതെ ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കാനുള്ള കഴിവ് അവർക്ക് അയക്കില്ല. പക്ഷെ നമ്മുടെ കർത്താവ് ഒരേ സമയം ലോകത്തിന്റെ ഏത് ഭാഗത്തും ഉള്ള സർവ്വവ്യാപിയായ ദൈവമാണ്. അയാൾ പിന്നെ ചെയ്യുന്ന ഇങ്ങനെ കറങ്ങി നടക്കും. എവിടെങ്കിലും സ്പെഷ്യൽ പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലും അതിന് ശല്യം ഉണ്ടാക്കാൻ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ശല്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പാർലമെന്റ് കൂടാൻ ഓരോരോ ദേശത്ത് പോകും. അവിടെ അവിടെ ജൂനിയേഴ്സ് ഉണ്ടാവും. അവരെ വിളിച്ചു കൂട്ടി അവിടെ ചെയ്യാനുള്ള വേലകൾക്ക് മീറ്റിംഗ് കൂടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ട് പോകും. ഇന്ന കാര്യം ചെയ്യണം, അവിടെ ആ സഭയ്ക്ക് ഇന്ന ദോഷം ചെയ്യണം, ആ വിശ്വാസി ഉണ്ടായേക്ക് ഒരു ശല്യം ചെയ്യണം. ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി മേജർ കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങളല്ല, മേജർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇയാൾ പ്ലാനിങ്ങും കൊണ്ടുപോകും. പറഞ്ഞതിൻ്റെ അർത്ഥം വേണിച്ച് ഇവിടെ തെളിച്ച് പറയാം. ചില ദിവസങ്ങളിലേ നിങ്ങളൊരു വല്ലാത്ത സ്വപ്നം കണ്ടിട്ടില്ലേ? ശത്രു വന്ന് കണ്ടമാനം ഉപദ്രവിക്കുന്നതായി, അല്ലെങ്കിൽ വലിയ നാശം വരുത്തുന്നതായി,
ഒരു മേജർ ആക്സിഡന്റ് വരുത്തുന്നതായി, അല്ലെങ്കിൽ കൊല്ലാൻ വരുന്നതായി, കൊന്നതായി കണ്ടിട്ടില്ലേ? പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും, ദൈവമേ സഹായിക്കണമെന്ന്. എന്നാലും ഒരുപാട് പേർക്കത് സംഭവിക്കുന്നു. എന്താണ് നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണാൻ കാരണം? എല്ലാ സ്വപ്നത്തിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുണ്ട്, സംഭവിക്കുന്ന ധാരാളം സ്വപ്നങ്ങളുണ്ട്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ട വ്യക്തിക്കെതിരെ ഈ പിശാച് വന്ന് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് അത് നടപ്പാക്കാൻ അയാളുടെ ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചതാണ്. ആ വിവരം ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പിശാചല്ല പറഞ്ഞു തന്നത്, ആത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്തിന് കാണിച്ചു? അത് നിങ്ങളുടെ മേൽ വന്നു ഭവിക്കാനല്ല, നിങ്ങൾക്കതിൽ നൂഴിയാൻ. അയാളുടെ പാർലമെന്റ് കൂടിയപ്പോൾ നിങ്ങൾക്ക് വെളിപ്പാടുണ്ടായതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നിമിത്തം നിങ്ങൾക്ക് വെളിപ്പാട് അയച്ചതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് വരും, ഓരോ ദേശങ്ങൾക്ക് വരും, വ്യക്തികൾക്കെതിരെ വരും, കുടുംബങ്ങൾക്കെതിരെ വരും. അങ്ങനെയുള്ള സമയത്ത് നിസ്സാരമായിട്ട് ഇതിനെ ജയിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് പറയാൻ എനിക്കിഷ്ടം. നിസ്സാരമായിട്ട് ഇതിനെ ജയിക്കാവുന്നതേ ഉള്ളൂ. അത് നാം ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആമേൻ. ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിരന്തരമായി ഓപ്പൺ യുദ്ധത്തിലാണ്. കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കാര്യം നേരിട്ട് വരും, ഇന്നത് ചെയ്യാൻ പോകുന്നത് പറയും, അങ്ങനെ പ്രഖ്യാപിക്കും, യുദ്ധം പ്രഖ്യാപിക്കും. കുറേയേറെ വർഷമായി തുടങ്ങിയിട്ട്. ഈ ആത്മയുദ്ധം ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയ ആ കാലം തൊട്ട് തുടങ്ങിയ ഒരു സമ്പ്രദായമാണ്. നേരിട്ടാണ് വരുന്നത്. ഒരു ദിവസം അർദ്ധരാത്രി, പാതിരാത്രിക്കേ കിടക്കാൻ നേരമുള്ളൂ, അത് കഴിഞ്ഞങ്ങോട്ട് പോയി കണ്ണിലങ്ങോട്ട് ഉറക്കം പിടിച്ചറിഞ്ഞാണ് ഉറക്ക ഒരു ശബ്ദം മുറിയിൽ അത്യുച്ചത്തിൽ. ശബ്ദം ഇതാണ്: നിന്നെ കൊല്ലാനുള്ള ദിവസം തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ഉടനെ എഴുന്നേറ്റു. ഞാനും എൻ്റെ ഭാര്യയും കൂടാണ് യാത്രകൾ. ആ യാത്ര ഇങ്ങനെയുള്ള യുദ്ധത്തിന് വേണ്ടിയാണ്, അല്ല ദേശം കാണാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകുന്നതല്ല. ഞങ്ങളുടെ ജോലി ഇതാണ്. ഞങ്ങളുടെ മെയിൻ ജോലി പിശാചിൻ്റെ പ്രവൃത്തികളായിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നീ എന്നെ തൊടില്ല, നിനക്ക് എൻ്റെ മേൽ ഒരധികാരമില്ല. അങ്ങ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ തൊണ്ട ഞാൻ അടപ്പിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ തൊണ്ടയുടെ കാര്യം പറഞ്ഞാൽ ഷാർപ്പായ തൊണ്ട. എന്നെ കൊച്ചു പ്രസംഗത്തിന് ഉണ്ടാക്കിയതല്ല. എൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ സെമിനാഴ്സാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണി വരെ പോവും, 6 മണി വരെ പോവും. രാത്രിയോ ഉണ്ടെങ്കിൽ രാത്രിയും പ്രസംഗിക്കും. ദിവസം 6 മണിക്കൂർ 8 മണിക്കൂർ പ്രസംഗിക്കും. തൊണ്ട അടയ്ക്കില്ല. ഇതെല്ലാ ദിവസവും ചെയ്യാം, വല്ലപ്പോഴും ഒരിക്കലല്ല. അതിനുണ്ടാക്കിയതാണ് എൻ്റെ തൊണ്ട. അപ്പം എനിക്ക് വന്ന് പറയുകയാണ്, നിന്റെ തൊണ്ട അടപ്പിക്കുമെന്ന്. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ആ വഴിക്ക് പോയി, അയാളുടെ വഴിക്ക് പോയി. അല്ലെങ്കിൽ എൻ്റെ തൊണ്ട എന്നെ അടച്ചു, എന്നെ അയാൾ കുഴി കൊണ്ടുപോയേനെ. പക്ഷേ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരപ്രകാരം അയാൾ പാർലമെന്റ് കൂടിയാൽ അറിയിച്ചു തരാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു, കൃപാവരങ്ങളെ തന്നിരിക്കുന്നു, വെളിപ്പാടുകളെ തന്നിരിക്കുന്നു, ദർശനങ്ങൾ തന്നിരിക്കുന്നു. നിങ്ങൾക്കതില്ലെങ്കിൽ ഉള്ളവരെ ദൈവം പറഞ്ഞു വിട്ട് നിങ്ങളോട് ദൂത് പറയിക്കുന്നു. അത് നിങ്ങളുടെ മേൽ വന്നു ഭവിക്കാനല്ല, കേവലം പ്രാർത്ഥിച്ചാൽ പോരാ, അതിനെതിരെ പൊരുതാൻ, അതിനെതിരെ എതിർത്തു നിൽക്കാൻ. പിശാചേ, നിനക്കെൻ്റെ മേൽ അധികാരമില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അധികാരമില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അധികാരമില്ല, എൻ്റെ കോമ്പൗണ്ടിൻ്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രവൃത്തിയെ ചെറുക്കാൻ, അതിൻ്റെ പ്രവൃത്തിയെ അഴിച്ചു കളയാൻ ആ മേജർ ആള് വന്ന് പ്ലാൻ ചെയ്തതിൻ്റെ ഭാഷയിൽ
എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആത്മാവിന് ബോംബെടുത്ത് തന്നെ മണ്ടക്കോട്ടിടും. അപ്പം തന്നെ അത് ചിന്നി ചിതറി അതിൻ്റെ പ്ലാനുകളെ തകർക്കുന്ന ഒരാത്മമണ്ഡലമുണ്ടെന്ന് ദൈവത്തിൻ്റെ ജനമറിയണം. അപകടത്തിൽപ്പെടാനും കഷ്ടത്തിൽ അനുഭവിക്കാനും തകർക്കുമെന്ന് പറഞ്ഞാൽ തകർച്ച അനുഭവിക്കുവാനും തയ്യാറാകരുത്. വാഹനത്തിന് ആപത്ത് വരുത്തും, അപകടം വരുത്തുമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാകരുത്. നിങ്ങളുടെ വാഹനത്തെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെന്നും ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്നും വിശ്വസിച്ചത് അവകാശപ്പെടുത്താൻ ദൈവത്തിന്റെ ജനം തയ്യാറാകേണ്ടതാണ്. ജീസസ്, ഹല്ലേലൂയ. ഞങ്ങൾ നിരന്തരം യാത്രക്കാരാണ്. ജീവിതത്തിൽ നല്ലൊരു ഭാഗം വണ്ടിയിലാണ് ഞങ്ങളുടെ യാത്ര, ജീവിതം. ചില സമയത്ത് ഇങ്ങനെ പിശാചിനെ എതിർക്കാൻ തന്നെ ഞങ്ങളങ്ങ് പോകും. അത് ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന യാത്രകളായിരിക്കും. ചിലപ്പോൾ 3 ആഴ്ചയാവാം, ചിലപ്പോൾ 1 മാസമാവാം, ചിലപ്പോൾ 2 മാസമാവാം. ആത്മാവ് എന്ത് പറയുന്നു അങ്ങനെ അങ്ങ് പോകും. പോകുന്ന വഴിക്ക് പലപ്പോഴും ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടുള്ളതാണ്, പോകുന്ന വഴിക്ക് വണ്ടിക്ക് കേടുവരുത്തുന്നു. ഒരു രാജ്യത്ത് ഞങ്ങൾ പോയി, പിശാചിന് ഭ്രാന്ത് കയറിയതാണ് ആ രാജ്യത്ത് ഞങ്ങൾ എന്നതിന്. ഭയങ്കര ബഹളം ഉണ്ടാക്കി പിശാച്. പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിക്കകത്തൊരു ഭയങ്കര ശബ്ദം. ആ ശബ്ദം 1.5 മണിക്കൂർ നീണ്ടു വന്നു. കട്ടിലിൽ തന്നെ കിടന്നു, ഞാൻ എഴുന്നേക്കാൻ പറ്റില്ല, ഭയങ്കര ശബ്ദം. ഞാൻ വിചാരിച്ച എൻ്റെ സിസ്റ്റം, ചെവി സംവിധാനം മൊത്തം പൊട്ടിപ്പോവാണ്. അത് കഴിഞ്ഞ് എഴുന്നേറ്റു. ഞങ്ങൾ ആ രാജ്യം ചുറ്റി പ്രാർത്ഥിക്കാൻ പോയതാണ്. ഒരാൾക്ക് വെളിപ്പാടുണ്ടായി. ഞങ്ങൾ പോകുന്നതിൻ്റെ 3-ാം ദിവസം ഇന്ന ഭാഗത്ത് വെച്ച് വണ്ടിക്ക് അപകടം ഉണ്ടാക്കും, വണ്ടിയെ ഞങ്ങൾ കൊണ്ടുപോകുന്ന പാസ്റ്റർ മരിച്ചു പോകും. ആ ദർശനം വേറെ ഒരാൾക്കൂടെ ഉണ്ടായി, വേറൊരു സ്ഥലത്ത്, തമ്മിലറിയാൻ മേലത്തൊരാൾ. എന്നെ സഭയിലൊരു വിശ്വാസി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ദയവായിട്ട് ഞങ്ങളുടെ പാസ്റ്ററെ കൊണ്ടുപോകരുത്, ഞങ്ങളുടെ പാസ്റ്റർ ഇച്ചിരി റഫ് ഡ്രൈവിംഗ് ആണ്, അതുകൊണ്ട് സുരക്ഷിതമായിരിക്കില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആദ്യത്തെ 3 ദിവസത്തേക്കല്ലേ പ്രശ്നം, ബ്രദർ വാ 3 ദിവസത്തേക്ക് വണ്ടി ഓടിക്കാൻ, 4-ാം ദിവസം തൊട്ട് ഞാൻ പാസ്റ്ററെ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ പറഞ്ഞു ഞാൻ വരില്ല. ഞാനവരുടെ പള്ളിയിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഞങ്ങളുടെ വണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വണ്ടി, ദൂതൻ കാവലായ വണ്ടി. ഈ വണ്ടിയെ തൊടാൻ ഒരു ദുഷ്ടശക്തിക്കും അധികാരമില്ല. ഞങ്ങൾ സുരക്ഷിതരായി ഇവിടെ മടങ്ങി വരും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. കം ഓൺ, ദൈവത്തിന്റെ ജനമേ, ജയിക്കുന്നൊരു മണ്ഡലമുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന മണ്ഡലമുണ്ട്. അതിന്റെ ഏത് പദ്ധതികളെ നിർവീര്യമാക്കിയിടുന്ന മണ്ഡലമുണ്ട്. ഒറ്റ കാര്യത്തിന് കീഴടങ്ങേണ്ട കാര്യമില്ല. അയാൾ ഭൂമി ഭരിക്കുന്ന ആളാണ്. അയാളുടെ കീഴിൽ ആളുകളുണ്ട്, അയാളുടെ കീഴിൽ ദൂതന്മാരുണ്ട്, അയാളുടെ കീഴിൽ സംവിധാനങ്ങളുണ്ട്, അയാളുടെ കീഴിൽ ഈവൻ ഭരണ സംവിധാനങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ മേൽ ആധിപത്യമെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനമെന്നും നിങ്ങൾക്ക് മേൽ അധികാരമുണ്ടെന്ന് തിരിച്ചറിയണം. ഞാൻ പറയുന്ന കാര്യം ബുദ്ധിമണ്ഡലത്തിൽ അറിയാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ ജ്ഞാനത്തിൽ ഇതറിയില്ല, നിങ്ങളുടെ പഠിപ്പിൽ ഇതറിയില്ല. പിശാചിന്റെ ലോകത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ ജ്ഞാനത്തിൽ ആർക്കറിയാം? നിങ്ങളുടെ വേദശാസ്ത്രത്തിൽ ആർക്കറിയാം? ഇതൊരാത്മമണ്ഡലത്തിലേ അറിയുള്ളൂ. അതിനാണ് ആത്മയുദ്ധം എന്ന് പറയുന്നത്. ബുദ്ധിമണ്ഡലത്തിലല്ല ഇത് നടത്തുന്നത്, ഇത് പരിശുദ്ധാത്മ മണ്ഡലത്തിൽ നടത്തുന്ന യുദ്ധം, ആത്മലോകത്തിനെതിരെയുള്ള യുദ്ധം. ആമേൻ. അതുകൊണ്ട് രാത്രി എനിക്ക് വിളിച്ചു പറയാൻ നിയോഗമുള്ള കാര്യം, ദൈവത്തിന്റെ പൈതലാണോ, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണോ? അറിയണം, നിങ്ങൾക്ക് തന്റെ നാമനിമിത്തം, യേശുവിന്റെ രക്തനിമിത്തം ജയം തന്നിരിക്കുന്നു, പരിപൂർണ ജയം തന്നിരിക്കുന്നു. അതറിയാൻ, അത് ആഘോഷിക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകണം. കൂടെ കൂടി ഇടിയും വാങ്ങിച്ച് കിടക്കരുത്. അയാൾ വന്ന് ഇടിച്ച് തള്ളി ഇടരുത്. ആമേൻ. പല പരിപാടികളും ചെയ്തേക്കാം. സ്തോത്രം. ജയമെടുത്തോണം. അയാൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്.
ഒരു സമയത്ത് എല്ലായിടത്തും ഇല്ല, പക്ഷേ അയാളുടെ ജൂനിയേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അതാണ് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത്. അയാളെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ 14:30 ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്. അങ്ങനെ പറ്റിയ പേരാ കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞോളൂ, 1 യോഹന്നാൻ 5:19 മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്മാരുടെ അധീനതയിൽ നിന്ന് പ്ലൂറൽ അല്ല, ദുഷ്ടന്റെ അധീനതയിൽ സിംഗുലർ. എല്ലാ ദുഷ്ടന്മാരുടെയും തലവനായ ദുഷ്ടൻ പിശാച്. അപ്പൊ അയാളുടെ കീഴിൽ ഈ പറഞ്ഞ പോലെ ജൂനിയേഴ്സ് ഉണ്ട്. നമ്മൾ വായിക്കുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചത് എന്താണ്? ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ മാത്രമല്ല, ആകാശമണ്ഡലത്തിലും ഈ ഒക്കെ പരിപാടിയുണ്ട്. എൻ്റെ വാക്കല്ല, വചനം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം വായിച്ചാൽ ദൈവത്തിൻ്റെ ദൂതുമായിട്ട് സന്ദേശവുമായിട്ട് വന്ന ദൂതനെ, കൊച്ചാളൊന്നുമല്ല, ഗബ്രിയേൽ, ഇങ്ങോട്ട് വിടാതെ 21 ദിവസം അവിടെ പിടിച്ചു നിർത്തി. ദാനിയേൽ ഭക്തൻ, പ്രാർത്ഥിച്ചാൽ ഉടൻ ഉത്തരം വരുന്ന തരത്തിലുള്ള ഭക്തൻ. പക്ഷെ 21 ദിവസം മുടക്കം വരുത്തി. പാർശ്യ രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യപ്രഭുവിന് കയറി ആകാശമണ്ഡലത്തിൽ ദൂതനെ തടയാൻ പറ്റില്ല. അയാളുടെ ഈ രാജ്യത്തിന്റെ മേൽ ആധിപത്യമുള്ള ഭരണം ഓരോ രാജ്യത്തിനും ഉണ്ടത്, ഓരോ ഡിസ്ട്രിക്റ്റിനും ഉണ്ടാവും, ഓരോ തഹസീലിനും ഉണ്ടാവും, ഓരോ ഗ്രാമത്തിനും ഉണ്ടാവും. ആ തടഞ്ഞ ആളെ പിന്നെ ഒന്ന് റിലീസ് ചെയ്യാൻ ആ വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ പ്രധാന ദൂതനായ മീഖായേൽ വന്നിട്ടാണ്, യുദ്ധം ഏറ്റെടുത്തിട്ടാണ് ഇദ്ദേഹത്തെ റിലീസ് ചെയ്തത്. അപ്പൊ ആകാശമണ്ഡലത്തിൽ തടസ്സമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അങ്ങോട്ട് പോകാതിരിക്കാൻ തടസ്സം ഉണ്ടാക്കാൻ നോക്കും. ദൈവത്തിൻ്റെ സന്ദേശം നമ്മുടെ അടുക്കൽ വരാതിരിക്കാൻ തടസ്സം ഉണ്ടാക്കാൻ നോക്കും. ഈ മണ്ഡലം മുഴുവനും ഇതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഗതി ഈ ഉയരത്തിലെ മണ്ഡലത്തിലുണ്ട്. ആമേൻ. ആ വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും നമുക്ക് ജയമെടുക്കണമെന്ന്. ഈ ശക്തികൾ നമ്മുടെ പ്രാർത്ഥനയെ തടഞ്ഞു നിർത്താതെ, അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രയോഗം ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ ആത്മമണ്ഡലം സ്വതന്ത്രമാക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, അധികാരപ്പെടുത്തിയിരിക്കുന്നു. പിശാച് പ്ലാൻ ചെയ്യുന്നത് പോലെ ഭൂമിയിൽ കാര്യം നടത്താനല്ല, അയാളുടെ പാർലമെന്റ് തീരുമാനിക്കുന്ന പോലെ കാര്യം നടത്താനല്ല. നമ്മുടെ ആത്മമണ്ഡലം നാം പരിശുദ്ധാത്മാവിൽ സ്വതന്ത്രമാക്കണം. നിങ്ങളുടെ സഭയുടെ മണ്ഡലം നാം പരിശുദ്ധാത്മാവിൽ സ്വതന്ത്രമാക്കണം. നമ്മുടെ ദേശത്തിന്റെ ആത്മമണ്ഡലം, അവിടെ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനം പരിശുദ്ധാത്മാവിൽ സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ. ജീസസ്. ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ഈവൻ ഒരു കൂട്ടർക്ക് അവരുടെ ശരീരത്തിൽ അറിയാം അവിടുത്തെ ആത്മമണ്ഡലം, അവിടുത്തെ എതിർപ്പ്. ആ മണ്ഡലം സ്വതന്ത്രമായോ ഇല്ലയോ അതവരുടെ ശരീരത്തിൽ അറിയാം. അത്രയ്ക്ക് സത്യമാണ് ഈ ആത്മലോകം. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ജനത്തിന് ഈ മണ്ഡലത്തെ സ്വതന്ത്രമാക്കി വിശുദ്ധീകരിക്കാൻ അധികാരം തന്നിരിക്കെ, അവിശ്വാസം കൊണ്ടുവരുന്ന ഇരുട്ടിന്റെ ശക്തിയെ, അന്ധവിശ്വാസം വ്യാപിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ കുടുംബങ്ങൾ വിശ്വസിക്കാൻ സമ്മതിക്കാതെ കണ്ണുകളെ കുരുടാക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ജനം വിശ്വസിക്കുവാൻ സമ്മതിക്കാതെ കാലങ്ങളായി പിടിച്ചടക്കി വച്ചിരിക്കുന്ന ആ മണ്ഡലത്തിന്റെ മേൽ സ്വാതന്ത്ര്യമെടുക്കുവാൻ ദൈവം വിളിക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ ജനമെന്നറിയണം. നിങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെടില്ല എന്ന് പറയരുത്. കാലങ്ങളായി വിശ്വസിച്ചില്ലായിരിക്കാം. ഒരാത്മീയ അധികാരം ഏറ്റെടുക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകണം. വിശ്വസിക്കാത്തവരുടെ കണ്ണ് തുറക്കാൻ, അതാണ് ആത്മിക ശുശ്രൂഷ. അവരുടെ കണ്ണ് തുറക്കാൻ. പൗലോസിനെ പറഞ്ഞു വിട്ടപ്പോ പറയുകയാണ്, ജനത്തിന്റെ കണ്ണു തുറക്കാൻ നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് പ്രവൃത്തി 26-ാം അധ്യായത്തിൽ പറയുന്നത്.
അല്ലാതെ പിശാച് ദേശം മുഴുവൻ കെട്ടിവെച്ചിരിക്കുകയാണ്, ഇനി ഒരു വക നടക്കുകയില്ല, ആ വ്യക്തി രക്ഷിക്കപ്പെടില്ല എന്ന് പറയാനല്ല. പിശാച് കെട്ടിയതിനെ അഴിക്കാൻ ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നു, എന്നെ നിയമിച്ചിരിക്കുന്നു. കുരുടാക്കിയ കണ്ണുകളെ തുറക്കാൻ ദൈവം നിയമിച്ചിരിക്കുന്നു. അതിനൊരു മണ്ഡലമുണ്ട്, അതാണ് ആത്മയുദ്ധം. നിങ്ങളുടെ കുടുംബത്തിന്റെ ആ അവിശ്വാസ മണ്ഡലം അധികം നേരം വെച്ച് പുലർത്തിക്കൊണ്ട് പോകാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കൂട്ടാളി ഇനിയും വിശ്വസിക്കാതെ മത്സരിച്ച് നിൽക്കുന്നതിന്റെ മേൽ ആധിപത്യം എടുക്കുന്നതിന് മണ്ഡലം ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം. Hallelujah. അയാളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചെന്നാണ്. അയാളെ അറിയണം, നമ്മുടെ ശത്രുവാണ് അയാള്. നമ്മുടെ ശത്രു മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ ശത്രുവാണ് അയാള്. അയാൾ ഭൂമിയിൽ ഒരു മനുഷ്യനും അനുകൂലമല്ല. അയാളുടെ ദൗത്യം മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക, അതാണ് ജോലി. അതിനാണ് അയാൾ വന്നത്. ദൈവം കൊടുത്ത നന്മ മുഴുവൻ മനുഷ്യരിൽ നിന്ന് കവർന്നു കൊണ്ടുപോകുക, മോഷ്ടിക്കുക, എന്നിട്ട് വന്ന് അറുക്കുക, എത്രയും കേടുവരുത്താമോ വരുത്തുക, നശിപ്പിക്കാൻ പറ്റിയ തരത്തിൽ നശിപ്പിക്കുക, രോഗം വരുത്താൻ പറ്റുമെങ്കിൽ രോഗം വരുത്തുക, അപകടം വരുത്താൻ പറ്റുമെങ്കിൽ അപകടം വരുത്തുക, അങ്ങനെ ഓരോന്നും അറുക്കുക. അടുത്തത് മുടിക്കുക. നിങ്ങൾ ഈ ആത്മമണ്ഡലത്തിൽ കാണാൻ പാടില്ല. ഭൂമിയിൽ തന്നെ നിങ്ങളുടെ നിലനിൽപ്പിന് അപകടം വരുത്തണം. ഇത്തരത്തിൽ ഉള്ള ഇത് നമ്മുടെ ശത്രുവാണ്, ലോകത്തിന്റെ ശത്രുവാണ്. സ്തോത്രം. ഭൂതത്തെ സേവിക്കാൻ പോകുന്നവരുണ്ട്. ഭൂതത്തെ സേവിക്കാൻ പോയാൽ എന്നാ കിട്ടും? കുറെ സോക്കേട് കിട്ടും. ഒരിക്കലും സ്ത്രീയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. കണ്ടാൽ ഒരു കുഴപ്പമില്ല, കണ്ടാൽ കൊള്ളാവുന്നൊരു സ്ത്രീ, നല്ല ആരോഗ്യം, പക്ഷെ ജോയിൻസ് ഒരൊറ്റ ഒരെണ്ണം വഴങ്ങില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു ചായപാത്രത്തിൽ സ്വല്പം വെള്ളമെടുത്ത് അടുപ്പേ വെക്കാൻ പറ്റില്ല, വഴങ്ങില്ല കൈ. പ്രാർത്ഥിച്ചു, ഭൂതം ഇളകി. ഭൂതം പറയാൻ തുടങ്ങി, ഇവൾ ഇന്നടത്ത് വന്നു. അവിടെ വന്നപ്പോൾ ഞാൻ കയറി, അവിടെ കൈ ഞാൻ ചുരുട്ടി. വേറൊരിടത്ത് വന്നു, അപ്പം അന്നേരം കാലേ കയറി പിടിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. അപ്പം നോക്കൂ, സേവിക്കാൻ പോയിട്ട് എന്നെ കിട്ടിയത് കുറേ രോഗം, കുറേ ദണ്ഡനം. ചിലടത്ത് ഭൂതം ഇളകുന്ന കണ്ടിട്ടുണ്ടോ? ചില ഭൂതം ഇളകിയ ഉടനെ പറയുന്നത്, ഇവനെ ഞാൻ കൊല്ലും, ഇവനെ കൊണ്ടേ ഞാൻ പോവുള്ളൂ, ഇവളെ കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്നാണ് ഭൂതം ഇളകി അത് പറയുന്നത്. കാരണം അതിന് ചെയ്യാനുള്ള ജോലി അതാണ്. നമ്മുടെ കർത്താവ് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വന്നു. ആമേൻ. അങ്ങനെ മുടിച്ചിട്ടിരിക്കുന്നിടത്ത് ജീവൻ കൊടുക്കാൻ നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ആ പ്രക്രിയ അറിയണം, ആ ശക്തി അറിയണം, ആ മണ്ഡലം അറിയണം. അല്ലാതെ തോൽവി കണ്ടിട്ട് മാറി നിൽക്കാനും പേടിച്ചു നിൽക്കാനുമല്ല. തുടരുത്, തൊട്ടാ തല്ലു വാങ്ങിക്കും എന്ന് പറയുന്ന മണ്ഡലത്തിനല്ല. അവന് യേശുവിന്റെ നാമത്തിൽ കീഴടക്കാനുള്ള മണ്ഡലമുണ്ടെന്ന് ദൈവത്തിന്റെ ജനം അറിഞ്ഞ് അതിന് പോയി അതിന്റെ പ്രവൃത്തിയെ അഴിക്കാൻ ഇന്നത്തെ ദൈവസഭ തയ്യാറാകണം. വരുന്ന അനേകം പ്രസംഗികളും ജനത്തെ പേടിപ്പിച്ച് പോകരുത്, പോയാൽ തല്ലു വാങ്ങിക്കും, അതിന് ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിൽക്കുന്ന മണ്ഡലത്തിൽ ചിലർ പ്രവചിച്ചിട്ട് പോകും, പക്ഷെ അഴിച്ചിട്ട് പോവില്ല. അവിടെ ഭൂതമുണ്ടെന്ന് പറയാനല്ല പ്രവാചകന് വേണ്ടിയത്. ആ പ്രവാചകന്റെ ജോലി അവിടെ ഭൂതമുണ്ടെങ്കിൽ അതിന്റെ പ്രവൃത്തി അഴിക്കുകയും കൂടിയാണ്, അതിന്റെ ശക്തി കെടുത്തുകയും കൂടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയം വരുത്താനോ ആത്മീക ശുശ്രൂഷ. ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആൾ,
ഞാൻ പ്രവാചകന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾ. പക്ഷേ എനിക്ക് രാത്രി വിളിച്ചു പറയാനുള്ളത്, ആത്മിക ശുശ്രൂഷ ജനത്തെ ഭയപ്പെടുത്താനല്ല, ജനത്തെ ബാധിക്കുന്ന സകല ബാധകളിലും സ്വാതന്ത്ര്യം കൊടുത്ത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു മാറ്റി ജനത്തെ സ്വതന്ത്രമാക്കുന്ന ആത്മിക പ്രവൃത്തിയാണ് ദൈവത്തിന്റെ ജനത്തിന് ചെയ്യാനുള്ളത്. ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, വിശ്വാസികളായ നിങ്ങൾക്കും ചെയ്യാനുള്ളത്. നിങ്ങളെ പിശാചിന്റെ മേൽ ജയം തന്നതാണ്. അയാൾ വലിയ ആളാണ്, ആൾ മോശമാണെന്നും കൊച്ചാണെന്നും ഞാൻ പറയുന്നില്ല. വചനം തന്നെ പറഞ്ഞ അങ്ങനെയല്ലേ, ഇതെല്ലാം അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവായ യേശു എന്ത് ചെയ്തു? കൊലോസ്യലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. കൊലോസ്യ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും, മുമ്പേ പറഞ്ഞ വാഴ്ചകളെയും അധികാരങ്ങളെയും, വേറൊന്നുമല്ല മുമ്പേ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഓരോ ദേശം, അല്ലെങ്കിൽ ഒരു ജില്ല, അല്ലെങ്കിൽ ഒരു രാജ്യം, അങ്ങനെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിശേഷം പരാജയപ്പെടുത്തി ആയുധം താത്തുവെപ്പിക്കുന്നതിനെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? ആണല്ലോ, താത്തുവെപ്പിക്കുന്നതിനെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. ആയുധവർഗം വെപ്പിച്ചു, തനിയെ വെച്ചതല്ല, വെപ്പിച്ചു. ആയുധവർഗം വെപ്പിച്ചു. എന്തായിരുന്നു അറിയോ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം? എബ്രായലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം നമ്മൾ വായിക്കുന്നത്, അയാളെ വിളിച്ചിരുന്ന മരണത്തിന്റെ അധികാരിയായ പിശാച് എന്നാണ്. അതാണ് അയാളുടെ പേര്. അയാൾ കൊണ്ടുവന്ന ചരക്കാണ് മരണം. മരണം പറഞ്ഞാണ് ആളുകളെ പേടിപ്പിച്ചിരുന്നത്, കൊല്ലും എന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ പേടിപ്പിച്ചിരുന്നത്. മരണത്തിന്റെ പ്രതികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. നീക്കി എന്ന് പറഞ്ഞാൽ പിശാചിനെ ഇല്ലായ്മ ചെയ്തൊന്നല്ല, പിശാച് ഇപ്പൊ ഇല്ലെന്നല്ല, അയാളുടെ ഉദ്യോഗത്തിൽ നീക്കി, അയാളുടെ അധികാരത്തിൽ നീക്കി. എന്തായിരുന്നു അയാളുടെ പക്കലുണ്ടായിരുന്ന ചരക്ക്? ഒന്നുകൂടെ പറയുന്നു, മരണം. എബ്രായലേഖനം 2:14 ഒന്നുകൂടെ വായിച്ചാൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അതായത് അധികാരം മാറ്റി. ഇന്ന് മരണത്തിന്റെ അധികാരി പിശാച് അല്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു യേശു പറയുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ പേടിപ്പിക്കാൻ പിശാച് വന്ന് കൊല്ലുമെന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിച്ചു പറയാനുള്ള വാക്ക്, പിശാച് നീയല്ല മരണത്തിന്റെ അധികാരി, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ യേശുവിന്റെ പക്കലാണ്, നിന്റെ പക്കൽ അതില്ല, നിനക്ക് എന്റെ മേൽ ആധിപത്യമില്ല എന്ന് വിളിച്ചു പറയാൻ വചനമറിയാമെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞോണം. അയാൾ കൊണ്ടുവന്ന ചരക്ക് വിട്ടു വെച്ച് അയാൾ സ്ഥലം വിട്ടു പോകും. തന്റെ മരണത്താൽ ഉദ്യോഗത്തിൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇനി കൊലോസ്യ ലേഖനത്തിലെ വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടായി. ആമേൻ. ക്രൂശ് പിശാച് വിചാരിച്ചു പിശാച് ജയിച്ചെന്ന്, യേശുവിനെ കൊന്നു, ഇനിമേലാണ് യേശുവില്ലെന്നും, ഇനി അങ്ങനെ ജീവവ്യാപാരം ഉണ്ടാവില്ല എന്നും, ഇനി ഈ നാമത്തിൽ ആരും മിണ്ടില്ല, ഇതിനെ പിൻപറ്റാൻ ഒരാളും ഉണ്ടാവില്ല എന്നും പിശാച് വിചാരിച്ചു. അവസാനിച്ചു എന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന ചോദ്യത്തിന്റെ മുൻപാകെ പിശാച് നടുങ്ങി നോക്കിയപ്പോ, ആമേൻ, അവന്റെ തലയെ തകർക്കപ്പെട്ടിരിക്കുന്നു, അവന് ആധിപത്യം തകർക്കപ്പെട്ടിരിക്കുന്നു, അവന് ശക്തി തകർക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് വരെ മനുഷ്യരെ കൊന്ന് കുഴിയിൽ ഒതുക്കിയെടുത്ത് ഇതാ ഇവൻ ഒരുത്തൻ പുറത്തു വന്നിരിക്കുന്നു. സകലരെയും ജീവിപ്പിക്കാനുള്ള അധികാരത്തോടെ താക്കോലും പിടിച്ചെടുത്തുകൊണ്ട് യേശു പുറത്തു വന്നതാണ് നാം വായിക്കുന്ന ജയ ഉത്സവം കൊണ്ടാടി. ഉത്സവം എന്ന് പറഞ്ഞ ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ രാജ്യം ഒരുപാട് ഉത്സവമുള്ള രാജ്യമല്ലേ? ഉത്സവം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പോലും അറിയാമല്ല, അർത്ഥമെല്ലാം അറിയില്ലെങ്കിൽ പിള്ളേർക്ക് പോലും ഉത്സവമാണേ അറിയാം. നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല മീനിങ് തിമിർത്ത് നടക്കട്ടെ, തെരുവിലൊക്കെ ഇറങ്ങി. അന്നത്തെ ദിവസം പൊതുവെ ആളുകൾ തെരുവിലല്ലേ, ആഘോഷിക്കണ്ടേ ഉത്സവം? നമ്മുടെ ഉത്സവം ജയത്തിന്റെ ഉത്സവം. ഉത്സവം കൊണ്ടാടി ജയം ആഘോഷിച്ചു.
ആമേൻ. നല്ല ഉച്ചത്തിൽ സ്തുതിക്കണം. എന്തിന്? നമ്മുടെ വീട്ടിലെ കുഞ്ഞറിയണം പിശാചിന് എൻ്റെ മേൽ അധികാരമില്ലെന്ന്. നമ്മുടെ വീട്ടിൽ ഞാൻ എടുത്തു പറയുന്നു, നിങ്ങളുടെ കുഞ്ഞറിയണം പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. അത് വിളിച്ചു പറയാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും പ്രാപ്തരാവണം. ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ, വായടക്കി മൗനമായി പിശാചിന്റെ പ്രവൃത്തികളെ പേടിച്ച് കഴിഞ്ഞുകൂടുന്ന ഏത് വിശ്വാസിയും ഏത് ശുശ്രൂഷകനും ഇന്ന് രാത്രി തിരിച്ചറിയണം, നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഈ ജയം തന്നു. യേശുവിന് വേണ്ടിയായിരുന്നില്ല. യേശുവിന് ഇതിന്റെ ആവശ്യമില്ല. യേശു പോവാൻ പറഞ്ഞാൽ പിശാച് പോകും. പാതാളത്തിൽ പോകാൻ പറഞ്ഞാൽ പോകും. നമുക്കതിന് പറ്റില്ലായിരുന്നു. കീഴടക്കാൻ നമുക്ക് ബലമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടി തോൽപ്പിച്ച് ജയ ഉത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറഞ്ഞാൽ കാണുന്നവരെല്ലാവരും അറിയണം പിശാച് തോറ്റിരിക്കുന്നുവെന്ന്. ആമേൻ. രാത്രി അന്തരംഗത്തിന്നേ അത് നല്ല പോലെ അറിഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നല്ല പോലെ ആ ജയത്തിന്റെ ആഘോഷം ഒന്ന് മുഴക്കാൻ പറ്റുമോ? അല്പകാലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ആത്മാവിനോട് ഞാൻ യോഗത്തിലിരിക്കുക, പ്രസംഗിക്കാൻ വേണ്ടി റെഡിയായിക്കൊണ്ട് പ്രസംഗത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ. എന്നോട് ആത്മാവ് പറഞ്ഞു, രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടെ ഒരു സംഭവം നടന്നു. യഹൂദ രാജാവിൻ്റെ ഒരു യുദ്ധം നേരിട്ടു. 3 രാജാക്കന്മാർ അവരുടെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ഇദ്ദേഹം കണക്കൂട്ടി നോക്കിയപ്പോൾ പേടിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, ഒരു രക്ഷയില്ല, അവർ യുദ്ധം വന്നാൽ നമ്മൾ തോക്കും ഉറപ്പാണ്. യുദ്ധത്തിന് വന്ന് തോക്കും ഉറപ്പാണ്. അദ്ദേഹം ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവാസം എല്ലാം പ്രസിദ്ധം ചെയ്തതിന് ശേഷം പിന്നെ ചെയ്ത കാര്യം, അപ്പോൾ ഒരു പ്രവാചക ശബ്ദം ഉണ്ടായി. അതിനു മുമ്പ് താൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ, അങ്ങ് രാജാതി രാജാവാകും, അങ്ങ് സകല ജാതികളെയും ഭരിക്കുന്നുവല്ലോ. വചനം അതാണ് പ്രാർത്ഥനയുടെ ഭാഗം. അങ്ങ് സകല ജാതികളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട്. ഒന്നുകൂടെ പറയുന്നു, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ പ്രവചന ദൂതുണ്ടായി, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, യുദ്ധം ഞാൻ ചെയ്തോളാം. പക്ഷേ ഒരു കാര്യം, അതങ്ങോട്ട് കേട്ട് കഴിഞ്ഞ ഉടനെ തനിക്കുണ്ടായ നിയോഗം എന്തെന്നറിയാമോ? അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണമെന്നാണ്. തന്റെ ആളുകളെ നിർത്തി അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറെ പാട്ടുകാരെ കൊണ്ടുവന്നു അങ്ങോട്ട് വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് അവരങ്ങോട്ട് പാടാൻ തുടങ്ങി. അവർക്കങ്ങോട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. സംഗീതോപകരണങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ സൈന്യത്തിന്റെ മുമ്പിൽ പാട്ടുകാര്, സൈന്യമല്ല മുമ്പിൽ, സൈന്യത്തിന്റെ മുമ്പിൽ പാട്ടുകാര് ആർപ്പിട്ട് പാടിക്കഴിഞ്ഞപ്പോ ശത്രുസേന കീഴടങ്ങി. ജയമുണ്ടാവണോ? ഈ ഒളിച്ചും പതുങ്ങിയിരുന്നാൽ ജയം ഉണ്ടാവില്ല. ആമേൻ. പിശാചിനെ കണ്ടിട്ട് പേടിച്ചിരുന്നാൽ ജയം ഉണ്ടാവില്ല. പിന്നെ പേടിയില്ലെന്നും പറഞ്ഞ് മൗനമായി വായും പൂട്ടിയിരുന്നാൽ ജയം ഉണ്ടാവില്ല. ആർത്തു ഘോഷിക്കണം, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം, ഉറക്ക വിളിച്ചു പറയണം, പിശാചേ നിനക്ക് ജയമില്ല, എന്റെ യേശു ജയിച്ചിരിക്കുന്നു, വാഴ്ചകളെ കീഴടക്കിയിരിക്കുന്നു, അധികാരങ്ങളെ കീഴടക്കിയിരിക്കുന്നു, എനിക്ക് ജയമുണ്ട്. അത് ഏത് മണ്ഡലമാകട്ടെ, രോഗത്തിന്റെ മണ്ഡലമാണോ, ഉറക്ക വിളിച്ച് പറഞ്ഞുകൊള്ളൂ. പിശാച് വീട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ വരുന്നതാണോ, ഉറക്ക വിളിച്ച് പറഞ്ഞുകൊള്ളൂ. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുവാൻ പരീക്ഷകളുമായി വരുന്നതാണോ, ഉറക്ക വിളിച്ച് പറഞ്ഞുകൊള്ളൂ. ഉച്ചത്തിൽ സ്തുതിച്ച് ആർപ്പിട്ടുകൊള്ളൂ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനുള്ള മാർഗമാണ് ദൈവത്തെ സ്തുതിച്ച് ആർപ്പിട്ട് മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
രാത്രി ഞാൻ ആവർത്തിച്ച് വിളി പറയുന്നു, ജയം വേണോ? ഉച്ചത്തിൽ സ്തുതിച്ചു കൊള്ളണം. ആര് കളിയാക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിച്ചുകൊള്ളൂ. ഒരു കൂട്ടം സഭയിൽ വിമർശിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിച്ചുകൊള്ളൂ. നിന്റെ ശബ്ദം കേട്ട് പാതാളം നടുകട്ടെ. സ്തുതിയുടെ ശബ്ദം കേട്ട് പാതാളം വിരണ്ടു പോകട്ടെ. അതെന്നെ ഇന്ന് രാത്രി അത് സംഭവിക്കുമെന്ന്. ഇന്ന് രാത്രി അത് സംഭവിക്കും. മേലൊരു ദിവസമല്ല, അതിന്റെ പ്രവർത്തികളെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇന്ന് രാത്രി അഴിച്ചു കളയാൻ പറ്റും. അതിന്റെ ബലത്തെ കെടുത്തി കളയാൻ പറ്റും. Hallelujah. Jesus. ഞാൻ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്നു. ജീസസ്. എന്നോട് സ്തുതിക്കാൻ പറഞ്ഞു, എന്നോട് ആർപ്പിടാൻ പറഞ്ഞു. ഞാൻ കുറെ പേരെയും കൂട്ടി ഒരു വണ്ടി എടുത്തോണ്ടൊരു പോക്കങ്ങ് പോയി. ഒരു 30 ദിവസം ഇന്ത്യ രാജ്യത്ത് ചുറ്റിയും വെച്ച് സ്തുതിക്കാൻ തുടങ്ങി, ആർപ്പിടാൻ തുടങ്ങി. സകല ജാതികളുടെ മേൽ എൻ്റെ ദൈവത്തിന് ആധിപത്യമുണ്ട്. സകല ജാതികളെയും ഭരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ഭയപ്പെട്ട് നോക്കി നിൽക്കുകയല്ല വേണ്ടിയത്, വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയണം, എൻ്റെ ദൈവമാണ് ഭരണാധികാരി. എല്ലാത്തിനും മീതെ ഭരണാധികാരി ദൈവമാണ്. താഴെ ഭരണാധികാരിയുണ്ട്, പക്ഷെ മേളിലെ ഭരണാധികാരി ഞാൻ സേവിക്കുന്ന ദൈവമാണ്. യേശു രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അവിടുത്തെ നാമത്തിൽ സകലവും സാധ്യമാണ്. പക്ഷെ അത് യേശു ചെയ്തു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. മത്തായി 10:1, ലൂക്കോസ് 9:1. ഭൂതങ്ങളെ പുറത്താക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. സകല ഭൂതങ്ങളുടെ മേലും അധികാരം തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭൂതത്തിന്റെ വകുപ്പ് എന്തൊന്നല്ല ഉണ്ടോ അത് മുഴുവനും. കേവലം ഒരു ഭൂതം മാത്രമല്ല, മന്ത്രവാദം അത്, ശകുനവാദം അത്, കൈവശം ആകട്ടെ അത്, പാതാളം ഏതെല്ലാം മണ്ഡലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമോ അതിൻ്റെ മേൽ മുഴുവനും അധികാരം തന്നിരിക്കുന്നുവെന്ന്. അധികാരം മാത്രമല്ല, ശക്തിയും തന്നിരിക്കുന്നുവെന്ന്. ലൂക്കോസ് 10:19, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. തിരിച്ച് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തില്ല. എന്താണ് പറഞ്ഞതിന്റെ ചവിട്ടുവാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാൻ പറ്റാതെ വണ്ണം. ഇന്നത്തെ ഭൂമിയിലെ ഭരണാധികാരി കാര്യം ചവിട്ടാനുള്ള അധികാരമില്ല. പക്ഷെ ഒരു കാലത്തുമാണ് രാജാക്കന്മാർ ചവിട്ടുമായിരുന്നു. ആർക്കും തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. നമുക്ക് തന്നിരിക്കുന്ന അധികാരം പിശാച് തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാൻ പറ്റാതെ വണ്ണം അധികാരത്തോടുകൂടെ മെതിച്ചു കളവാൻ, ബലത്തെ കെടുത്തിക്കളയാൻ അധികാരം തന്നിരിക്കുന്നു. ആമേൻ. ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല, വെരിട്ടി നോക്കും, നല്ലപോലെ വെരിട്ടി നോക്കും. ആമേൻ. പേടിപ്പിക്കാനുള്ള എല്ലാ നടപടികളും എടുപ്പിക്കും. പക്ഷേ അതിന് നടുവിൽ ധൈര്യമായിട്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അതിൻ്റെ മേൽ അധികാരം തന്നിരിക്കുന്നത്. രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, തിരിച്ച് പ്രതികരിക്കാൻ അതിന് അനുവാദം, അധികാരം ഇല്ല. അത് ശ്രമിക്കുമെന്നേ ഉള്ളൂ, അതിന് അധികാരം ഇല്ല. ആമേൻ. അറിയണം, വീട്ടിൽ തിരിച്ചടി വരുത്താനുള്ള അധികാരം അതിന് ഇല്ല. നിങ്ങളുടെ കുടുംബത്തെ കുതിരയുടെ ഒരുക്കിക്കോണം. അടിക്കാൻ പോകുന്നവനെ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ കയറി അടിക്കും. ഭാര്യയ്ക്കായിരിക്കും പലപാടി കിട്ടുന്നത്. പല രോഗം വരും. ശുശ്രൂഷ നിമിത്തം എത്ര സ്ത്രീകൾ, പാസ്റ്റർമാരുടെ എത്ര പേരുടെ ഭാര്യമാർ രോഗികളാണെന്നറിയാം. ശുശ്രൂഷ നിമിത്തം എത്ര സംഭവങ്ങൾ എനിക്കറിയാം. ഹല്ലേലൂയ.
ഹേയ്, പാസ്റ്ററുടെ ഭാര്യ രോഗിയായിരിക്കുന്നതിൽ എന്താ ദൈവത്തിന് പുണ്യം? നിങ്ങൾ സുഖമായിരിക്കുന്നതിലല്ലേ ദൈവത്തിന് മഹത്വം അല്ലേ? നിങ്ങളുടെ ശരീരം ബാധിക്കപ്പെടാനുള്ളതോ, നിങ്ങളുടെ ശരീരം ദണ്ഡിപ്പിക്കപ്പെടാനുള്ളതോ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ സേവ ചെയ്യേണ്ട അഭിഷിക്തരല്ലേ? ആ അഭിഷേകത്തിലല്ലേ നിൽക്കേണ്ടത്? ഈ അഭിഷേകത്തിൽ നിന്നാൽ പിശാചിന് തനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ചെയ്യാനോ ശ്രമിക്കും. പക്ഷേ അതിനെ നിർവീര്യമാക്കി കളയണം. ശ്രമിക്കും, നിശ്ചയമായിട്ട് എല്ലാ ശ്രമവും ചെയ്യും. ആമേൻ. ഞങ്ങൾ സാറിന് ഒരുമിച്ചാണ് യാത്ര. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് പോകാറില്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ. അങ്ങനെ ഒരു സമയത്ത് ഒരു 2-3 ദിവസം ഞാൻ തനിയെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു സ്ഥിതി, എൻ്റെ ഭാര്യ കാലിൻ്റെ മുട്ടിന് ബലമില്ലാതെ പല പ്രാവശ്യം താഴെ വീണു, പല ആവർത്തി. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചിട്ട് പറഞ്ഞു, പിശാചെ തൊട്ടുപോകരുത് മേലാൽ. എൻ്റെ ഭാര്യയെ തെല്ലിടാൻ നിനക്ക് അവകാശമില്ല. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ കാൽമുട്ടി ഇപ്പം ബലപ്പെടട്ടെ. ദാറ്റ്സ് ഇറ്റ്. അയാളെ ചരക്ക് കൊടുത്തൊന്ന് സ്ഥലം വിട്ടു. ഹല്ലേലൂയ. യുദ്ധം പഠിക്കണം, ചേർത്ത് നിൽക്കാൻ പഠിക്കണം, അതിൻ്റെ ഇരകളാകരുത്. ഞാൻ പറഞ്ഞില്ല, ഈ യോഗം അതിനാണ്. ആരെയും നിങ്ങൾക്ക് വന്നതിനെ ആക്ഷേപിക്കാനല്ല, ഇതിൻ്റെ മേൽ ജയമെടുക്കാൻ, ഇതിൻ്റെ മണ്ഡലത്തെ തോൽപ്പിക്കാൻ, നാളെ ഇത് നമ്മുടെ മേൽ വന്ന് നടപ്പാക്കാതിരിക്കാൻ, അതിൻ്റെ പ്രവൃത്തികൾ എന്ത് വന്നാലും അഴിച്ചു കളയാൻ. പലപ്പോഴും നമുക്ക് പലർക്കും ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനി മേലാൽ അത് സംഭവിക്കേണ്ടവരല്ല. നമുക്കതിൻ്റെ മേൽ അധികാരം തന്നിരിക്കുന്നു, അതിനെ ചവിട്ടി മെതിക്കാൻ അധികാരം തന്നിരിക്കുന്നു. തിരിച്ച് ചെറുക്കും എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്ക് തിരിച്ച് പറയേണ്ടതേ ഉള്ളൂ. ചെറുക്കാൻ നിനക്ക് അധികാരമില്ല, എനിക്ക് കേടുവരുത്താൻ നിനക്ക് അധികാരമില്ല. അത് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഈ യുദ്ധം. ആമേൻ. അതുകൊണ്ട് അറിയണം, എനിക്ക് കേടുവരുത്താൻ പിശാച് നിനക്ക് അധികാരം ഇല്ല. എൻ്റെ ഭാര്യയ്ക്ക് കേടുവരുത്താൻ പിശാച് നിനക്ക് അധികാരം ഇല്ല. എൻ്റെ വണ്ടിക്ക് അപകടം വരുത്താൻ പിശാച് നിനക്ക് അധികാരം ഇല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നിനക്ക് അധികാരം ഇല്ല, ഇല്ല, ഇല്ല. അവരെല്ലാവരും ആത്മമണ്ഡലത്തിലായിരിക്കില്ല. കുഞ്ഞുങ്ങൾ പല മണ്ഡലത്തിൽ പോകും, സ്കൂളിൽ പോകും. പക്ഷേ ആത്മാവിൽ മുദ്രയിട്ട് സൂക്ഷിച്ചുകൊള്ളണം. നിങ്ങൾ ആത്മാവിൽ പൊരുതി ദുഷ്ടപിശാച് മക്കളെ തൊടാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളണം എന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു. അതിന്റെ നോട്ടം നിങ്ങളുടെ നേരെ ഉണ്ട്, 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 ഉണ്ട്. പലതിനെ തെറ്റിക്കാൻ നോട്ടമുണ്ട്. ആമേൻ. അങ്ങനെ കാര്യം അറിഞ്ഞാൽ ആരോടും പറയേണ്ടെന്ന് മിണ്ടാതെ മൗനമായിരിക്കല്ല വേണ്ടിയത്. അതിന് ചിലപ്പോൾ സ്വപ്നം കാണും, വിവരങ്ങൾ അറിയും, അന്തസ്സ് സമ്മതിക്കുകയല്ല ആരോടും പറയാൻ. തങ്ങൾക്ക് തന്നെ ഇതിനെ ജയിക്കാനുള്ള കഴിവും ഇല്ല. അങ്ങനെ എത്ര പിള്ളേർ ഇറങ്ങിപ്പോയിരിക്കുന്നു. അവിശ്വാസികളുടെ കൂടെ എത്ര പെന്തിക്കോസ്ത് വീട്ടിൽ പിള്ളേർ ഇറങ്ങിപ്പോയിരിക്കുന്നു, ദർശനം കണ്ടിട്ടും. ആമേൻ. തോപ്പിക്കണം, അതിന് അധികാരത്തെ കീഴടക്കണം. ആമേൻ. ഒരിടത്തൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി, അർദ്ധരാത്രി. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു പ്രത്യേക വേഷം ധരിച്ച്, ഒരു സ്പെഷ്യൽ വേഷമുണ്ട്, വാതിൽക്ക് നിൽക്കുന്നു. എന്നിട്ട് ഈ പാസ്റ്ററോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നത്? നേരെ കാണുകയാണ്, ഉറക്കത്തില്ലെന്നേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ തിരിച്ചു ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നത്? അത് പറഞ്ഞ് എനിക്ക് അധികാരം ഉണ്ടായിട്ടാണ് വന്നത്. അതിനെ നിർവീര്യമാക്കാൻ അന്ന് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് ദോഷമൊന്നും ചെയ്തില്ല. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സഭയിലെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ മകൾ ഒരു ഹിന്ദു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയി. സഭയെ തോപ്പിക്കാൻ, സഭയുടെ അന്തസ്സ് കളയാൻ, മുമ്പിൽ നിൽക്കുന്നവനെ
ഇത്തരത്തിലാക്കിയാൽ സഭയെ കുറേ കാലത്തേക്ക് നിർവീര്യമാക്കാമല്ലോ. ഇത് വന്നാൽ ഹല്ലേലൂയ അറിയണം, അതിൻ്റെ പ്രവൃത്തിയെ അഴിക്കണം. തിരിച്ചൊറ്റ വാക്ക് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പലപ്പോഴും ഇത് അറിയാൻ പറ്റുന്നില്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, നമുക്ക് അധികാരം തന്നിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ജനം അറിയണം, അത് ഏറ്റെടുക്കണം. തിരിച്ച് കേടുവരുത്താൻ പറ്റില്ല എന്നും ഏറ്റെടുക്കണം. ആ ജയത്തിൽ ജീവിക്കണം. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഒരു മണ്ഡലത്തിലും തോക്കാതെ ദൈവത്തിൻ്റെ ജനം ജയിക്കണം. അപ്പം ഇത്രയും പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ നിർത്തുകയാണ്. ചെയ്യേണ്ട കാര്യം എന്താണ്? അയാൾ കൊണ്ടുവരുന്ന ഒരു സാധനവും വാങ്ങരുത്, അയാളുടെ ഒറ്റ വാക്കും വിശ്വസിക്കരുത്. അയാൾ പറഞ്ഞ കള്ളമാണ്, അയാൾ ചതിയനാണ്, അതൊക്കെയാണ് അയാളുടെ പേര്. അവൻ ആദ്യം മുതൽ ഭോഷ്ക് പറയുന്നു, ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാണ്. അവൻ ചതിക്കുന്നവനാണ്. പിശാച് പറയുന്നത് കേട്ട് അത് കേൾക്കാൻ നിൽക്കരുത്, അതിന് ചെവി കൊടുക്കാൻ നിൽക്കരുത്, അതിനെ വിശ്വസിക്കാൻ നിൽക്കരുത്. അയാൾ തരുന്ന ഒരു സാധനം വാങ്ങരുത്. അയാൾ ഏത് സാധനം തന്നാലും അതിനകത്ത് നമ്മെ കൊല്ലാനുള്ള ചരക്കാണ് വെച്ചിരിക്കുന്നത്. പിശാചിൻ്റെ സകല ചരക്കിൽ നിന്ന് ഓടി മാറിക്കൊള്ളണം. അത്രമാത്രം പറഞ്ഞ് ഇന്ന് രാത്രി നിർത്തുകയാണ്. അടുത്ത ദിവസം വചനത്തിന് ബാക്കി ഭാഗം വിശദീകരിക്കുന്നതാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ പിശാച് വന്നൊരു ദോഷം ചെയ്യാൻ വന്നാലും കേടുപറ്റാതെ നിങ്ങൾ കാക്കപ്പെടണം. നമ്മുടെ സഭയിലെ ജനം കാക്കപ്പെടണം. ആമേൻ. അങ്ങനെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ജീവിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ആത്മമണ്ഡലമുണ്ട്, ആ മണ്ഡലത്തിലേ പറ്റൂ. ഇത് ബുദ്ധിമണ്ഡലത്തിൽ ഇത് സാധ്യമല്ല. ഇതിനൊരു ആത്മമണ്ഡലമുണ്ട്, അതിന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. ആമേൻ. പഠിച്ച പാഠവും കൊണ്ട് നടന്നാൽ ഈ മണ്ഡലം അറിയില്ല. ആത്മാവ് ഉച്ചി മുതൽ ഉള്ളങ്കാലി വരെ ഇറങ്ങി ശരീരം മുഴുവനും നിറച്ച് ഇതിനകത്തൊരു മണ്ഡലത്തിൽ കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ ഒരു ലോകമുണ്ട്, ആ ലോകത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആത്മലോകത്തിൽ പോകാൻ പലരും തയ്യാറായിട്ടില്ല. പക്ഷെ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു ലോകം ഉണ്ട്. മനസ്സാണോ അവിടെ പോവാം. ഈ ശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാണോ അവിടെ പോവാം. ഈ മനസ്സ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ അവിടെ പോകാം. അല്ല, നിങ്ങൾക്ക് മിടുക്കനായിരിക്കണമോ, നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല. ആത്മാവിൽ ജീവിക്കാൻ തയ്യാറുണ്ടോ? സകലത്തിൻ്റെ മേലും ജയമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, കമോൺ, സകല ദൈവത്തിൻ്റെ ജനവുമേ, ദൈവത്തിൻ്റെ ദാസന്മാരെ, ആത്മമണ്ഡലത്തിൽ പ്രവേശിക്കൂ. പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും അഴിക്കാം, സകല പ്രവൃത്തികളെ അഴിക്കാം, രോഗത്തെ അഴിക്കാം, സകല തകർച്ചകളെയും അഴിക്കാം, അപകടങ്ങളുടെ ലോകത്തെ അഴിക്കാം. ആമേൻ. ജയമെടുത്ത് ചേർത്ത് നിൽക്കണം. ഒരല്പസമയം എഴുന്നേറ്റിരിക്കുമോ? ഈ യോഗത്തിലൂടെ വാസ്തവത്തിൽ ഇത് ദൈവത്തിൻ്റെ സേനയുടെ ഒരു പരിശീലനമാണ്. ആത്മാവിൻ്റെ ഒരു മിലിറ്ററി ട്രെയിനിങ് ആണ്. നിങ്ങളെല്ലാവരും പട്ടാളക്കാരാണ്, ദൈവത്തിൻ്റെ പട്ടാളക്കാരാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ പട്ടാളക്കാരാണ്. ആമേൻ. അല്ല, വെറും മനുഷ്യരല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സേന എഴുന്നേക്കണം. ഇന്ന് നിർവീര്യമായി കിടക്കുന്നതാവാം, അസ്ഥി പഞ്ചരം പോലെ ആയിരിക്കാം, അല്ല ഒറ്റപ്പെട്ട അസ്ഥിയാവാം, ഉണങ്ങിപ്പോയതാവാം. വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, ആ മണ്ഡലം മാറ്റാൻ നമുക്ക് മനസ്സാണെങ്കിൽ ദൈവം തയ്യാറാണ്. അവിടുത്തെ വചനം നമ്മെ ജീവിപ്പിക്കും, അവിടുത്തെ വചനം നമ്മിൽ വരും, അത് നമ്മെ കൂട്ടിവരുത്തും, അതിൻ്റെ ശക്തി ഇങ്ങോട്ട് കയറി വരും, ആത്മാവിൽ ആളുകളെ യോജിപ്പിക്കും. ഹസ്തനരികദാസ്യ. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാവിൽ ദൈവത്തിൻ്റെ ജനം യോജിക്കണം. ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവർ യോജിക്കണം. അത് വചനത്തിൻ്റെ മുൻപാകെ സംഭവിക്കണം. അത് കഴിയുമ്പോൾ ആത്മശക്തിയുടെ പകർച്ചയുണ്ടാവും. ദൈവത്തിൻ്റെ കാറ്റ് വീശും, ഭയങ്കര കാറ്റ് വീശും, കൂടിയ കാറ്റടിക്കും. ആമേൻ.
ഹല്ലേലൂയ. ശ്വാസം അതിനകത്ത് വരും, അതെഴുന്നേൽക്കും. ദേശത്തെ ഇരുട്ടിൻ്റെ ശക്തികളെ നിർവീര്യമാക്കുന്ന ഒരാത്മസേന എഴുന്നേൽക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനം ശക്തിയോടൊന്ന് വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ നമ്മുടെ മേൽ വന്നൊന്ന് വീശുവാൻ. ഹൗരബഗദല സംതുനിയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് പറയുക, കർത്താവേ, എനിക്ക് പൂർണ്ണ ജയം വേണം. തോറ്റെനിക്ക് ജീവിക്കണ്ട, ഒരു ദിവസം എനിക്ക് തോറ്റ് ജീവിക്കണ്ട. എനിക്ക് ജയം വേണം. അത് യേശുക്രിസ്തുവിൽ ലഭ്യമാണ്. എന്നെ ഇന്ന് രാത്രി അതിനുവേണ്ടി ശക്തിപ്പെടുത്തണമേ. അതിനുവേണ്ടി ഇന്ന് രാത്രി എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഞാൻ ആ മണ്ഡലത്തിൽ ജീവിച്ചാൽ അധികാരം എൻ്റെതാണ്. എനിക്ക് കേടുവരുത്താൻ പിശാചിനെ മറ്റിൽ നിന്ന് മാത്രമല്ല, എന്നെ തിരിച്ച് പ്രതികരിക്കുക. ഞാനതിനെ അതിൻ്റെ കോട്ടകളെ ഇടിക്കും, അതിൻ്റെ ശക്തിയെ നിർവീര്യമാക്കും. തിരിച്ച് യാതൊന്നും ചെയ്യാൻ അതിനധികാരമില്ല. എല്ലാ ദണ്ഡനത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഇന്ന് രാത്രി ഒന്ന് ഒരുങ്ങുമോ? ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ദൈവം ഭാഗം ഒന്ന് ഏറ്റു പറയുമോ? നമ്മുടെ തോൽവികളെ നേറ്റു പറയുമോ? അല്ല, ഇന്ന് ദണ്ഡിപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഏറ്റു പറയുമോ? ഏറ്റു പറഞ്ഞ് ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുമോ? യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി എനിക്ക് ജയം. പിശാചിനോട് തന്നെ പറയും, പിശാചെ, നിൻ്റെ കയ്യും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, നിൻ്റെ ചരക്കും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, നീ കൊണ്ടുവന്ന രോഗവും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, നീ കൊണ്ടുവന്ന ഭീഷണിയുടെ വാക്കും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, എൻ്റെ കുടുംബത്തിൽ തകർച്ച കൊണ്ടിട്ട് തകർച്ചയും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, എൻ്റെ ജോലിയെ തൊട്ടിരിക്കുന്ന നിൻ്റെ കയ്യും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, എൻ്റെ സാമ്പത്തിക തുത്തിന് കേടുവരുത്തിയ നിൻ്റെ കയ്യും എടുത്തുകൊണ്ട് പൊയ്ക്കോണം, എൻ്റെ മക്കളുടെ സ്വഭാവത്തിന് വികലത വരുത്തിയ നിൻ്റെ ചരക്കും എടുത്തുകൊണ്ട് പൊയ്ക്കോണം.